ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വർഷത്തെ കൺവെൻഷനായിട്ട് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ കോർപ്പിസ്കോപ്പ അച്ഛൻ, ഇടവക ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ ഇടവകയിലെ ആധ്യാത്മിക സംഘടനകളുടെ ഭാരവാഹികൾ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യോന നിനിവയിൽ പോയി പ്രസംഗിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ജനം
രട്ടിലും വെണ്ണീറിലും ഇരുന്ന് അനുഭവിച്ചതായിരിക്കുന്ന ആ ദിനങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തെ അതേപോലെ തന്നെ ബന്ധിപ്പിച്ച് പ്രാർത്ഥനയാലും ഉപവാസത്താലും കുമ്പിടിയിലാലും ഭാരങ്ങളും വേദനകളും ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നിനിവേയരുടെ മേൽ കണ്ണു തുറന്നവനായിരിക്കുന്ന കർത്താവ് നമുക്കും ആ നന്മകളെ നൽകും എന്നുള്ളതായിരിക്കുന്ന ബോധ്യത്താൽ വലിയ നോമ്പിൻ്റെ മുൻകുറി സൂചനയായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഈ നോമ്പിനെ ഭയഭക്തി ആദരവോടുകൂടി എല്ലാവരും നോക്കുന്ന നോമ്പാണ് 3 നോമ്പ്. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ 3 ദിവസങ്ങളിലും കൺവെൻഷനുകൾ ക്രമീകരിക്കുകയും അതനുസരിച്ച് ഇവിടെ നമസ്കാരവും ഗാനശുശ്രൂഷയും ഓരോ ദിവസങ്ങളിൽ രോഗികൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തുകയും അനുഗ്രഹിക്കപ്പെട്ട സഭയിലെ പ്രഗത്ഭ വാഗ്മോദികളായിരിക്കുന്നവരെ നമ്മൾ ക്ഷണിച്ച് വരുത്തുകയും നമ്മൾ നേർച്ചയായിട്ട് ഓരോ വർഷവും ഓരോരുത്തരെ ഏൽക്കുകയാണ്. ഈ വർഷത്തെ കൺവെൻഷനുള്ള പ്രസംഗകനെ ഞാൻ കൊണ്ടുവരാം, അതിനുള്ള സകല കാര്യങ്ങളും ചെയ്തു കൊള്ളാമെന്നുള്ള നിലയിൽ 2ാം വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ദൈവം നമ്മെ തുടർന്നുള്ള ദിവസങ്ങളിലും ഇന്നത്തെ ദിവസങ്ങളിലും പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ഷണപ്രകാരം കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പാച്ചനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മാവേലിക്കര തഴക്കര ആണ് അച്ഛൻ്റെ ഭവനം. അച്ഛനവിടെ നമ്മുടെ മാവേലിക്കര ഭദ്രാസന ഓഫീസിന് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കൊല്ലം ഭദ്രാസനത്തിലാണ് അച്ഛൻ സേവനമനുഷ്ഠിച്ച് വൈദികനായിട്ട് പട്ടമേറ്റ് വന്നത്. കാലം ചെയ്ത മാത്യൂസ് ദിദിയൻ ബാബായോട് ഒപ്പം അദ്ദേഹം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. നാളെയാണ് ദിദിയൻ ബാബായുടെ ഓർമ്മ ദിവസം. അതുപോലെ തന്നെ കേരളത്തിന് അകത്തും പുറത്തും ഇന്ത്യയിൽ മൊത്തമായും മലങ്കര സഭ മുഴുവനായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ നാടുകളിലുമൊക്കെയും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ മസ്കറ്റിലൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. സഭയിലെ ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന ഒരു പ്രസംഗകനാണ്, ഒരു വാഗ്മിയാണ്. ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ളതായിരിക്കുന്ന അനുഗ്രഹകരമായിരിക്കുന്ന പരിശുദ്ധാത്മദാനത്താൽ നൽകിയിരിക്കുന്ന വചന ശുശ്രൂഷ തന്നെ വിളിക്കുന്ന ദേശങ്ങളിലൊക്കെ പോയി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാൽ അവ നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നിയമിച്ചാക്കിയിട്ടുള്ളതാണ്. കൊല്ലം ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ പള്ളികളിലാണ് അച്ഛൻ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. പുതിയ ഭദ്രാസനങ്ങൾ വന്നപ്പോൾ കൊല്ലം ഭദ്രാസനം ഡിവൈഡ് ചെയ്ത് മാവേലിക്കര ഭദ്രാസനത്തിലേക്കായപ്പോഴും അവിടുത്തെ ഏറ്റവും പ്രഗത്ഭമായിരിക്കുന്ന വലിയ വലിയ പള്ളികളിലാണ് അച്ഛൻ ചാർജ് വഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹം വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് മാവേലിക്കരയിലുള്ള പുന്നമൂട് പള്ളിയിലാണ് അദ്ദേഹം വികാരിയുമായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചമ്മ റിട്ടയർഡ് ടീച്ചറായിട്ട് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. മകള് വിവാഹം കഴിഞ്ഞ് ഒരച്ഛനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. 2 പേരക്കുട്ടികളുമായി സന്തോഷമായി സുഖമായി കഴിയുന്നു. മകന് എഞ്ചിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്ത് ഭവനത്തിൽ ആയിരിക്കുന്നു. സന്തോഷകരമായിരിക്കുന്ന കുടുംബജീവിതത്തിൽ അനുഗ്രഹകരമായിരിക്കുന്ന നിലയിൽ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് നന്മകളെയും അനുഗ്രഹങ്ങളെയും പ്രാപിപ്പാൻ തക്കവണ്ണമായിട്ട് അച്ഛൻ ഇരുന്ന ഇടവകളിലൊക്കെ സാധ്യമായിട്ട് തീർന്നിട്ടുണ്ട്. ഈ വർഷം നമ്മുടെ ഇടയിലേക്ക് അച്ഛൻ കടന്നു വരുവാനായിട്ടിടയായിട്ട് തീർന്ന നമ്മുടെ ട്രസ്റ്റി ജോബിയുടെ പള്ളിയിൽ, കറ്റാനം വലിയ പള്ളിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴും ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ നടന്നതായിരിക്കുന്ന എല്ലാ പെരുന്നാൾ ശുശ്രൂഷകളിലും അച്ഛനുണ്ടായിരുന്നു, ലൈവായിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അച്ഛന് ഇരുന്ന കാലയളവിലും അതിന് ശേഷമൊക്കെയും ജോബിയുടെ കുടുംബവുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ആളാണ്. ജോബിയുടെ മകൻ ഇമ്മാനുവേലിനെ മാമോദീസ മുക്കിയ ആളാണ്. ഇന്നലെ ആ മാമോദീസ മുക്കിയ
ഇമ്മാനുവേല് അവിടെ സന്ധ്യാ ശുശ്രൂഷയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയിൽ ധൂപം വീശുന്ന കണ്ടപ്പോൾ അച്ഛൻ ഇന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമായി എന്നുള്ളത്. ഇതൊക്കെ ഒരു അച്ഛന്മാരുടെ വലിയ സന്തോഷമാണ്. അവർ മാമോദീസ മുക്കിയത് അല്ലെങ്കിൽ അവർ വിവാഹം കഴിപ്പിച്ചിട്ടുള്ളവരുടെ പലരെയും പരിചയപ്പെട്ടപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷമുണ്ടാകും. കാരണം ഞാൻ മാമോദീസ മുങ്ങിയ കുഞ്ഞ് എൻ്റെ കൈകളിൽ നിന്ന് ധൂപം അർപ്പിച്ച് എനിക്ക് ധൂപം നടത്തുന്നതായിരിക്കുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ പുരോഹിതൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളാണ്. അതൊക്കെ എന്ത് ഓർക്കുകയാണ്. നമ്മളും ഇതുപോലെ തന്നെ പല വൈദികരെയും നമ്മുടെ മനസ്സിലുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവർ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവർ. കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലെയുള്ളതായിരിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണമായിട്ട് ഒരച്ഛൻ കടന്നു വന്നു. കഴിഞ്ഞ വർഷമേ ജോഫി പറഞ്ഞിരുന്നു, എന്നാൽ അത് സാധിക്കാതെ പോയി. ഈ വർഷവും 2-3 പേര് പറഞ്ഞു കൊണ്ടുവരാമെന്ന്. ജോഫി പറഞ്ഞു അദ്ദേഹം റഷ്യയായിരുന്നു എന്നുള്ളതുകൊണ്ട് പറയാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹം ഏറ്റവും അധികം സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിത ഉയർച്ചകളിൽ ഭവനത്തിൻ്റെ കൂതാശ മറ്റുള്ള ഏത് കാര്യമുണ്ടെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് വിശ്വസിക്കുകയും ആ സമർപ്പണത്തിൽ അച്ഛനെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് ജോഫിയെയും കുടുംബത്തെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും എല്ലാ നന്മകളിലും അനുഗ്രഹങ്ങളിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അച്ഛന് ഇവിടേക്ക് വരുവാൻ തക്കവണ്ണം കാരണമായിട്ട് തീർന്ന ആ അനുഭവത്തിൽ നമുക്ക് 3 ദിവസത്തെ ദൈവിക വചനത്തെ സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ബഹുമാനപ്പെട്ട അച്ഛനെ സാധ്യതമാക്കി തീർക്കട്ടെ. എല്ലാ പരിശുദ്ധാത്മ കൃപയും നൽകട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയുമായിരിക്കുന്ന പേരിൽ അച്ഛനെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊള്ളുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗാന ശുശ്രൂഷ നടത്തുന്നതായിരിക്കുന്ന ഗായക സംഘം 1 മാസത്തിലധികമായി അവർ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോലിയുള്ളവരാണ്. അതിൽ നിന്നൊക്കെ സമയം കണ്ടെത്തി അതിനെ കരയൊക്കെ എടുത്ത് സുനിലിൻ്റെയും മിനിയുടെയും റൂബിയുടെയും നേതൃത്വത്തിൽ ഒരു 3 പേരോട് കൂടി പാട്ടുകളൊക്കെ ക്രമീകരിച്ച് അവരെല്ലാവരോട് കൂടി ഒരുമിച്ച് സുന്ദരമായിരിക്കുന്ന നിലയിൽ ഓരോരോ പാട്ട് ഓരോ ദിവസവും 3 പാട്ടുകൾ പാടുവാൻ തക്കവണ്ണമായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 2 പാട്ട് നമസ്കാരം കഴിഞ്ഞതിന് മുമ്പ്, പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പും ഇടയ്ക്ക് അച്ഛൻ അനുവദിക്കുന്നതനുസരിച്ച് നമ്മൾ കാണിക്ക ശേഖരണം നടക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പാട്ടും പാടി ആണ് ക്രമീകരിക്കുന്നത്. എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് വചന ശുശ്രൂഷ ആരംഭിക്കുന്നു. ഇതിനുള്ളിൽ 10 അല്ലെങ്കിൽ 10:15 കൂടുതൽ പോകത്തില്ല. പ്രസംഗിക്കുമ്പോൾ അച്ഛന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് അനുസരിച്ചുകൊണ്ടാണ്. എന്നാലും പിറ്റേ ദിവസം അതിന് തുടർന്നുള്ള ദിവസം ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് കഴിവതും സമയ ക്രമീകരണങ്ങൾ പാലിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. അങ്ങനെ ഗായകസംഘത്തെ പ്രത്യേകാൽ അനുമോദിക്കുന്നു. ഓരോ ദിവസവും ഇപ്പോൾ പാട്ട് കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി, ഓരോ ദിവസവും നല്ല നല്ല പാട്ടുകൾ നമുക്കറിയാവുന്നത് ഈ സൈഡിൽ അതിന് വേണ്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ജിയോ ആ പാട്ടുകളൊക്കെ കമ്പ്യൂട്ടറിലാക്കി ഈ 2 സൈഡിലും അത് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മൈക്ക് ആൻഡ് സൗണ്ടൊക്കെ ക്രമീകരിക്കുവാനായിട്ട് നിഖിലുമുണ്ട്. അതുപോലെ തന്നെ മീഡിയയോട് ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരതിൻ്റെ വിഷ്വൽസ് മുഴുവൻ അത് പകർത്തുന്നുണ്ട്. വീണ്ടും നമുക്ക് യൂട്യൂബിലും മറ്റ് സമൂഹ മാധ്യമങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഇടവകയുടേതായിരിക്കുന്ന മാധ്യമങ്ങളിലൊക്കെ ലഭിക്കുവാനും തക്കവണ്ണമായിട്ടിടയായിട്ട് തീരും. തുടക്ക ദിവസമായതുകൊണ്ടും കാലാവസ്ഥയുടെ തണുപ്പുമൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു നാളിച്ചിരി കുറവാണ്. എല്ലാ ദിവസവും 8 മണിക്ക് തന്നെ നമസ്കാരം ആരംഭിക്കുകയും തുടർന്ന് കൃത്യം 9 മണിക്ക് 2 മിനിറ്റ് കൂടെ ഉള്ളൂ, ഉടനെ തന്നെ 5 മിനിറ്റ് കൂടെ ഉണ്ട്. അതുകൊണ്ട് 9 മണിക്ക് തന്നെ നമ്മൾ പ്രസംഗം ആരംഭിക്കത്തക്കവണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ കൺവെൻഷൻ പ്രസംഗത്തിനായിട്ട് പ്രത്യേകം ക്ഷണിച്ചു കൊള്ളുകയും ചെയ്യുന്നു.
ഗായിക സംഘം വളരെ അനുഗ്രഹകരമായ നിലയിൽ ഗാനങ്ങൾ ആലപിച്ചു. പ്രത്യേകമായ അനുമോദനം അറിയിക്കുന്നു. എങ്കിലും നമുക്കെല്ലാവർക്കും കൂടെ അറിയാവുന്ന രണ്ടുപേരി പാട്ടുപാടി നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സത്യവചനം കേട്ടോ നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടോ നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നും എഴുതിയിടുമേ. വരുവീ നീ നല്ല സമയോ വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയോ വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൽ ഞാൻ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനായ സജു പാടാച്ചിറയച്ചൻ, അദ്ദേഹത്തിൻ്റെ പലവിധ ശാരീരിക ബലഹീനതയിലും വളരെ ക്രിയാത്മകമായി ഇടവകയുടെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് പരിശുദ്ധാത്മ കൃപ തന്നെയാണ്. ഇടവകയുടെ ഭരണസാന്നിധ്യം വഹിക്കുന്ന ഞാൻ സഹോദരതുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട യോബി അച്ഛൻ ഓർപ്പിച്ചല്ലോ അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ ബന്ധം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സഭയിലെ കൽക്കട്ട ഭദ്രാസനത്തിലെ ഒരു വൈദിക ശ്രേഷ്ഠനായി 10-15 വർഷമായി സേവനമനുഷ്ഠിക്കുന്നു. അതിലുപരിയായി കുടുംബാംഗങ്ങളെ പോലെ വർഷങ്ങളായി സഹകരിക്കാനുള്ള അവസരം ദൈവം തന്നു. കൂടാതെ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം അദ്ദേഹം ഒരു ദിവസം ഫോണിൽ വിളിക്കുമ്പോഴാണ് ഈ വിവരം ഞാൻ അറിയുന്നത്. ആ നിലയിൽ ഞാൻ അത് ഏൽക്കുകയും സന്തോഷത്തോടെ കടന്നു വരികയും ചെയ്തു. കൂടാതെ എനിക്കൊരു സന്തോഷമുള്ളത് ഇടവകയുടെ കറ്റാനം പള്ളിയുടെ മകനായ ജോബി ട്രസ്റ്റിയും മരുമകൻ പ്രിയപ്പെട്ട അനില് സെക്രട്ടറിയുമാണ് അല്ലേ, രണ്ടുപേരും. കൂടാതെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കായിക സംഘാംഗങ്ങൾ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ, യുവനപ്രസ്ഥാന അംഗങ്ങളെ ക്രിസ്തു യേശുവിലെ അവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ആമുഖ വാക്കുകൾ കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ജീവിക്കുന്നത് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. ദിസ് ഈസ് എ പീരീഡ് ഓഫ് ക്രൈസിസ്. എല്ലാ സമൃദ്ധിയും മനുഷ്യനുണ്ടെങ്കിലും ചില ആശങ്കകളും ആകുലതകളൊക്കെ എന്നെയും നിങ്ങളെയൊക്കെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാരുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രശ്നമുണ്ടായത് എന്തൊക്കെയാണ്? ഒന്ന്, ഒരു വീടില്ല. ഈ ഉണക്കുകാലം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ബാല്യത്തിൽ പുരകൾ മേയുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഓലകൾ വെട്ടി കീറി അത് മുടഞ്ഞ് പൊളിച്ച് മേയുന്ന ഒരു കാലഘട്ടം. കാരണം ഒരു വലിയ മഴ വരുന്നുണ്ട്. പുരയില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല. ഇതായിരുന്നു പഴയ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ. ഇവിടെ പ്രായമുള്ളവരൊക്കെ ഇരിപ്പുണ്ടല്ലോ. എന്നാൽ ഇന്ന് ആ പ്രശ്നങ്ങൾ നമുക്കില്ലെങ്കിലും നമ്മുടെ കഴിവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒട്ടനവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറയുന്നത്, എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് സിവിൽ വാർ. രണ്ടു കാലിൽ നടക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധമാണ് ഓരോ മനുഷ്യനും, അല്ലേ? സാധാരണ ഒരു പറച്ചിലുണ്ട്, ആനയ്ക്ക് തടിഭാരം, പിന്നെ ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാമോ? അപ്പോൾ ഉറുമ്പിന് അരിഭാരം. ഓരോരുത്തർക്കും താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമായ ഭാരങ്ങളും പേറിയാണ് ഈ സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ അനുമോദിക്കുകയാണ്. ആളുകളുടെ അംഗസംഖ്യ അല്ല വിഷയം. ഇത്രയും പേര് ഒരുക്കത്തോടെ ഇവിടെ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹകരമായൊരു കാര്യമാണ്.
അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജോബി ഈ ബലിപീഠത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ 40 വർഷമായി ബലിപീഠത്തിൽ, ഈ യാഗപീഠത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് അത്ഭുതം തോന്നി. ഇവിടെ വന്ന് കണ്ണുനീരൊഴുക്കി ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സജു അച്ഛനോ ജേക്കബ് ജോൺ അച്ഛനോ മറ്റാരെങ്കിലും നിങ്ങളെ ശ്രദ്ധിച്ചില്ലേലും നിങ്ങളെ കാണുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഇവിടെ ദ അൺസീൻ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഈ ബലിപീഠത്തിലുണ്ട്. അതുകൊണ്ടാണ് 2 ദിനവൃത്താന്തം 7:16 പറയുന്നുണ്ട്, മക്കളെ, എൻ്റെ വചനത്താൽ ഈ ആലയത്തെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ദേവാലയത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം കൊണ്ട് ശുദ്ധീകരിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നു, നീ ഇവിടെ വരുമ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കാണും. നീ ഇവിടെ വന്ന് കരയുമ്പോൾ നിന്റെ ശബ്ദം ഞാൻ കേൾക്കും. പിന്നീട് നിന്റെ വേദന അറിയുന്നതിന് വേണ്ടി എൻ്റെ ഹൃദയം തുറന്നിരിക്കും. ഞങ്ങൾക്കാർക്കും തരുവാൻ കഴിയാത്തൊരു വാഗ്ദത്തമാണ് സ്വർഗത്തിലെ ദൈവം ഇവിടെ നമുക്ക് തരുന്നത്. എന്തൊക്കെയാ? എൻ്റെ വചനത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണം. ഇപ്പോൾ ഇവിടെ വന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ആത്മാഭിഷേകം ലഭിക്കുകയാണ്, ശുദ്ധീകരണം ലഭിക്കുകയാണ്. വചനത്തെ അയച്ച് ശുദ്ധീകരിക്കുന്ന ദൈവ സാന്നിധ്യം. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം കാണും. നിങ്ങളുടെ സങ്കടം ദൈവം കേൾക്കും. നിങ്ങളുടെ വേദനകൾ അവൻ അറിയും. ഹൃദയം തുറന്നിരിക്കും. കണ്ണ് നിന്നെ കാണും, ചെവി നിന്നെ ശ്രദ്ധിക്കും. ഇത് ഈ ആര് തന്നിട്ടുള്ള ഉറപ്പാണ്. ലോകത്തിൽ ഒരു വ്യക്തിക്കും തരുവാൻ കഴിയാത്ത ഉറപ്പാണ് കർത്താവായ യേശു നമുക്ക് തരുന്നത്. ഈ യാഗപീഠത്തിൽ 8 നോമ്പിൻ്റെ ആദ്യ ദിവസത്തിലേക്ക്, 3 നോയമ്പിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ ഒരു വലിയ ഉറപ്പ് നമ്മെ ഭരിക്കട്ടെ. ആരും കാണുന്നില്ലെങ്കിലും, ആരും കേൾക്കുന്നില്ലെങ്കിലും, ആരും അറിയുന്നില്ലെങ്കിലും നിന്നെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ വലിയ അനുഭവം. നിങ്ങൾ രാവിലെ അധികാലത്തെ ജോലിക്ക് പോയവരുണ്ട്, കുടുംബകാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ, പഠനകാര്യം. എനിക്ക് സന്തോഷമുണ്ട്, ഇത്രയും കുഞ്ഞുങ്ങളെ പള്ളിയിൽ നാട്ടിൽ കിട്ടുന്നില്ല. ഇവരിത്രയും പേര് സന്തോഷത്തോടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. നിങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ 2 പേരും മസമൂറൊക്കെ വായിച്ചപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനം ഒക്കെ ഞാൻ നിങ്ങളെ ശ്ലാഘിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നോമ്പ് ഞാൻ എന്തിനെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ടൈം ഓഫ് കോംപ്രിഹെൻസീവ് ഓഡിറ്റിംഗ്. നമ്മൾ പള്ളിയിലൊക്കെ വാർഷിക കണക്കിന് അവതരിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് നടത്തും? എന്തോ നടത്തുന്നേ? ഓഡിറ്റർമാർ കാണുമല്ലോ. ഇവിടുത്തെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഇല്ലേ? ഉണ്ട്. എന്നിട്ട് ഓഡിറ്റർ ഒരു റിപ്പോർട്ട് എഴുതണം. എന്തുവാ? അതാത് രേഖകളുമായി പരിശോധിച്ച് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്, അതാണ് റിപ്പോർട്ട് എഴുതുന്നത്, അല്ലേ? അപ്പോൾ നമുക്കും ഈ നോമ്പ് കാലം നമ്മെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ദൈവത്തിൻ്റെ ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ റിപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരിക്കണം? റിപ്പോർട്ട് എന്തായിരിക്കണം? ഇത്രയും മസിൽ പിടിച്ചൊന്നും ഇരിക്കട്ടെ കേട്ടോ, ആക്റ്റീവാ, റെസ്പോൺസ് ആയിക്കോട്ടെ. എന്തായിരിക്കണം റിപ്പോർട്ട്? വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. ദൈവം നമ്മെ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? ശരിയായിരിക്കണം. ഇറ്റ് ഈസ് എ ടൈം ഓഫ് കോംപ്രിഹെൻസീവ് ഓഡിറ്റിംഗ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നോമ്പ് എന്തിന് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വയം അനുദപിക്കുവാനുള്ള ഒരവസരമാണ്. സ്വയം അനുദപിക്കുവാൻ, സെൽഫ് റിപ്പൻറ്റൻസ്. യോനായുടെ പ്രസംഗം തന്നെ അനുതാപത്തിൻ്റെ പ്രസംഗമായിരുന്നു. അനുദപിക്കേണ്ടവനായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, യോനയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവാചകൻ എന്നാണ്, അല്ലേ? ഒരു പ്രവാചകൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ ഈ യോനയിൽ നമ്മൾ കണ്ടോ? അതിൻ്റെ ആദ്യ വശങ്ങളിൽ നോക്കുമ്പോൾ തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകും? വടക്കോട്ട് പോകും, ഇല്ലേ? നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ എങ്ങോട്ട് പോയി? താർശീശിലേക്ക് പോയി. ഇനി ഒരുത്തൻ രക്ഷപ്പെട്ട് അനുദപിച്ച് കടന്നു വന്നപ്പോൾ യോനയ്ക്ക് ദേഷ്യം വരുന്നു. എനിക്ക് അല്ലെങ്കിലും അറിയാം,
പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെയാണ് ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യ നിർവഹണത്തിലേക്ക് വഹിക്കുന്നത്. യോന എന്ന വാക്കിന്റെ അർത്ഥം എന്താ മക്കളെ? പറയാമോ? ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു, ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ. പ്രാവ്. യോനയുടെ അപ്പന്റെ പേരറിയാമോ? അമീഥ. അമീഥ എന്ന വാക്കിന്റെ അർത്ഥം എന്റെ വിശ്വസ്തത. എന്റെ വിശ്വസ്തത. അമീഥായുടെ വിശ്വസ്തതയ്ക്കും ഭക്തിക്കും അനുഗ്രഹമായി ദൈവം നൽകിയ മകനായിരുന്നു ആര്? യോന. യോന സമം പ്രാവ്. പണ്ടൊക്കെ സന്ദേശവാഹകനായി പ്രാവിനെ ഉപയോഗിക്കുമായിരുന്നു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പ്രാവിന്റെ സാന്നിധ്യം നമുക്കറിയാം. പണ്ട് ഒരു വലിയ പ്രളയമുണ്ടായി. ഏതായിരുന്നു ആ പ്രളയം? നോഹയുടെ കാലത്ത് വലിയൊരു പ്രളയമുണ്ടായി. ആ സന്ദർഭത്തിൽ ദിവസങ്ങളോളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉയർന്നുയർന്നു വന്നു. വെള്ളം താഴ്ന്ന സന്ദർഭത്തിൽ പെട്ടകത്തു നിന്ന് ആദ്യം ആരെ ദൈവം ഇറക്കി വിട്ടു? കാക്കയെ വിട്ടു. കാക്കയെ. എന്തൊരു കാക്കയാണ്? മരക്കാക്കയെ ഇറക്കി വിട്ടപ്പോൾ വെള്ളം ഇറങ്ങി വന്ന സമയമാണ്. കാക്ക നോക്കിയപ്പോൾ എന്തുവാ, അവിടെ ഇവിടെ ഇതൊക്കെ തിന്നാൻ നല്ല പാകത്തിനെല്ലാം കിടപ്പുണ്ട്. ഇറക്കി വിട്ടവനെ മറന്നുപോയ മലങ്കാക്ക. പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇതിനൊരു സാദൃശ്യമുണ്ട്. എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ അർഹതയില്ലാത്ത അനവധി അനുഗ്രഹങ്ങൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചപ്പോൾ പലപ്പോഴും ഇറക്കി വിട്ടവനെ, പറഞ്ഞയച്ചവനെ മറന്ന് നമ്മൾ ജീവിക്കാറുണ്ട്. എന്നാൽ പ്രാവ് ആദ്യം പോയി മടങ്ങി വന്നു. വെള്ളത്തിൻ്റെ നില കുറഞ്ഞിട്ടില്ല. വീണ്ടും വന്നു. ഒരു ഒലിവിലയുമായിട്ട് കടന്നു വന്നപ്പോൾ വെള്ളം ഇറങ്ങിയെന്ന് മനസ്സിലാക്കി. പഴയ നിയമത്തിൽ പ്രാവ് സന്ദേശത്തിൻ്റെ വാഹകനായി നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഉപയോഗിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു വലിയ അത്ഭുത സമയത്ത് നാം കാണുന്നുണ്ട്. എന്താ? കർത്താവിൻ്റെ മാമോദീസ സമയത്ത് സ്നാപക യോഹന്നാനിൽ നിന്ന് എവിടെ വെച്ചാ സ്നാനമേറ്റത് മക്കളെ? യോർദാൻ നദിയിൽ വെച്ച് അല്ലേ? അതിൻ്റെ പ്രതീകമായി നമ്മൾ കഴിഞ്ഞ ഒരു പെരുന്നാൾ ആചരിച്ചു, ജനുവരി 6. എന്താ പെരുന്നാളിൻ്റെ പേര്? ദനഹാ പെരുന്നാൾ. നിങ്ങളെല്ലാം വളരെ ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്യുന്നു. ദനഹാ പെരുന്നാളിൽ ഇങ്ങനെ മാമോദീസ ഏറ്റ് കർത്താവിൽ നിന്ന് യോഹന്നാനിൽ നിന്ന് മാമോദീസ ഏൽക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം നടക്കുന്നു. എന്താ? സ്വർഗം തുറക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രാവിന്റെ സാദൃശ്യവും സാമ്യവും എല്ലാം നമ്മൾ കണ്ടു അല്ലേ? പ്രാവിന് 3-4 ഗുണങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും? ഇവിടെയൊക്കെ കണ്ടു കിട്ടുമോ പ്രാവിനെ? ഇവിടെ ഉണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം പ്രാവ് സർവ്വവ്യാപിയാണ് അല്ലേ? പ്രാവിനൊരു ഗുണമുണ്ട്. പ്രാവിൻ്റെ ആ ഗുണങ്ങൾ നമ്മളും പകർത്തണം. ഒന്ന്, അത് കൂട്ടം വിട്ട് നടക്കുകയില്ല, ജീവിക്കത്തില്ല. പ്രാവ് ഒറ്റ തിരിഞ്ഞ് ജീവിക്കത്തില്ല. പണ്ടൊക്കെ പ്രാവിനെ എവിടാ കാണുന്നത് നമ്മൾ? പള്ളിയിലും ക്ഷേത്രങ്ങളിലൊക്കെ. ഇപ്പം പ്രാവിനോട് ചോദിക്കുക എങ്ങനെയുണ്ട് പള്ളിയും ക്ഷേത്രങ്ങൾ ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. പുതിയൊക്കെ കൂടുമ്പോൾ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അവിടെ ജീവനും കൊണ്ട് ഓടുമെന്ന് പ്രാവ് പറയും. പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രാവിന്റെ ഒന്നാമത്തെ ഗുണം കൂട്ടം വിട്ട് നടക്കുകയില്ല. എന്താണ് ക്രിസ്ത്യാനി? പ്രാവ് നിനക്ക് തരുന്ന സന്ദേശം, നീ ഒരപ്പത്തിൻ്റെ അംശി, ഒരു ശരീരത്തിലെ അവയവങ്ങൾ നാട് വിട്ട് ഈ സോഹാറിൽ വന്ന് പാർക്കുമ്പോൾ നമുക്ക് തമ്മിൽ ഒരു ഐക്യമുണ്ടാകണം. ഒരിക്കലും കൂട്ടം വിട്ട് നമ്മൾ പോകരുത്. എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. നിങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ ഒന്നിച്ച് ജീവിക്കണം. അഭിപ്രായ ഭിന്നതകളും ആശയങ്ങളൊക്കെ ഉണ്ടാകാം, നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ കെട്ടുറപ്പിനെയും നമ്മുടെ ഐക്യത്തെയും ബാധിക്കരുത്. ഇംഗ്ലീഷിൽ പണ്ട് എക്സ്പാൻഷൻ ഓഫ് പാസേജ് ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പോൾ DPEP ഒക്കെ ഇല്ലാത്ത കാലത്തായിരുന്നു. എന്താ പഠനം?
എക്സ്പാൻഷൻ ഓഫ് പാർസേജ് തീം ഇതാ, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഐക്യമത്യം മഹാബലം. ഐക്യത്തോടെ മുന്നേറണം. കൂട്ടം വിട്ട് നടക്കുകയില്ല പ്രാവ്. പക്ഷേ യോന, പ്രത്യേകതകൾ പറയുന്ന പ്രാവിൻ്റെ അർത്ഥമൊക്കെ ഉണ്ടെങ്കിൽ യോന കൂട്ടം വിട്ടുപോയി. അവനെ പറഞ്ഞെടുത്തുനിന്ന് നേരെ വിപരീത ദിശയിലേക്ക് യാത്ര ചെയ്തു. അവൻ കൂട്ടം വിട്ട് ഒറ്റയ്ക്ക് പോയി കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? കപ്പലിൻ്റെ ആടിത്തട്ടിൽ കിടന്നുറങ്ങി. നമ്മളുടെ പാട്ട് പാടുന്നുണ്ടല്ലോ, എൻ്റെ കൊച്ചുനാളിൽ നിന്ന് പാടും, വല്യപ്പച്ചനൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. കപ്പലിലുറങ്ങിയിടുന്ന യോനയെ പോലുള്ളോരെ എത്ര നാൾ ഉറങ്ങിടുമോ, കർത്താവിപ്പോൾ വന്നേക്കും. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ആ പാട്ടിനൊന്നും വലിയ ഇളക്കപ്പരിക്കമില്ലായിരുന്നു. കപ്പലിലിറങ്ങുന്ന യോനായെ പോലെയുള്ളവരെ നിങ്ങൾ ഉറങ്ങുകയാണ്. ദൈവത്തിൻ്റെ പ്രവാചകൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടവൻ അതെ കപ്പലാടി ഉലയുമ്പോൾ അടിത്തട്ടിൽ സുഖമായി ഉറങ്ങുകയാണ്. അപ്പോൾ ഒരുത്തം വന്ന് ചോദിക്കും, നീ ആരാണ്? ഞാന് ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയായ ദൈവത്തെ ഭുജിക്കുന്നവനാണ്. നമ്മളും പറയും, ഞാൻ തോമാശ്ലീഹായുടെ ഇന്ന അതിലെ കുരുത്ത ഇന്ന കുടുംബത്തിൽപ്പെട്ട ഇന്നാരാ നമ്മൾ പൈതൃകം പറയും. പക്ഷേ കയ്യിലിരിപ്പോൾ വളരെ മോശം. ഞാൻ നിങ്ങളെ ആരെയല്ല പറയുന്നത്, എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എനിക്കിവിടെ നിന്ന് അങ്ങ് പോവുകയാണ്, വഴിയറിയാൻ പോട്ടെ. അപ്പോൾ അവനോട് പറയുന്നു, നീ കൂട്ടം വിട്ട് ഓടിപ്പോകരുത്. രണ്ടാമത്തെ പ്രാവിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? തമ്മിൽ ഉപദ്രവിക്കത്തില്ല. ഉപദ്രവിക്കില്ല. നമ്മളും ആ ഒരു മാതൃക രണ്ടാമതായി പിൻപറ്റണം. മൂന്നാമതായി അതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അത് അശുദ്ധമായത് ഭക്ഷിക്കത്തില്ല. പ്രാവിൻ്റെ ശരീരം നോക്കിയാൽ മതി, അല്ലേ? കാക്കയും പ്രാവിനെയും തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. അശുദ്ധമായതൊന്നും ഭക്ഷിക്കത്തില്ല. 4, കലഹമുള്ളിടത്ത് വസിക്കത്തില്ല. വലിയ ബഹളവും ശബ്ദമുള്ളിടത്തൊന്നും പ്രാവ് പാർക്കത്തില്ല. 5ാമത് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ. കുറുകി കരയുന്ന പ്രാവ്, ചുവന്ന കണ്ണുകൾ. ഒരു ദൈവവൈദ്യരും ദൈവസന്നിധിയിൽ സങ്കടം ബോധിച്ച് കരയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുമന്ന് കലങ്ങി ദൈവപ്രസാദത്തിനായിട്ട് നോക്കേണ്ടതാണ്. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പ്രാവിൻ്റെ പ്രത്യേകത, അതാരുടെ പ്രത്യേകതയാകണം? നമ്മുടെ പ്രത്യേകതയാകണം. മക്കളെ കൂട്ടം വിട്ട് നടക്കരുത്, തമ്മിൽ ഉപദ്രവിക്കരുത്, അശുദ്ധമായത് ഭക്ഷിക്കരുത്. പിന്നെന്താ? കലഹം മൂലം കലഹം ഉണ്ടാകരുത്. പരിമല തിരുമേനിയുടെ ആപ്തവാക്യങ്ങളിൽ ഞാൻ പള്ളിയിൽ പലപ്പോഴും പറയാറുണ്ട്, ചില അപശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ പരിമല തിരുമേനി വിശ്വാസികളോട് പറഞ്ഞ ഒരു ഉപദേശമാണ്, മക്കളെ നീ പള്ളിയിൽ കലഹക്കാരനാകരുത്. നീ അയോഗ്യമായത് സംസാരിച്ചിട്ട് നിനക്കും നിന്റെ തലമുറയ്ക്കും നീ ശാപം നിക്ഷേപിക്കരുത്. ശാപവും അനുഗ്രഹവും നിന്റെ മുമ്പിലുണ്ട്. ഏത് സ്വീകരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, അച്ഛൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നത് സഭയുടെ സൂര്യതേജസ്സായ മാത്യുസ്ഥിതിയൻ ബാബ തിരുമേനി നിയുക്ത കാതോലിക്കയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഷെമ്മാശനായി ഞാൻ കൂടെ നടന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു കേൾവി, അദ്ദേഹം മഹാപരിശുദ്ധനായ താപസനായ ഒരു മനുഷ്യനാണ്. ഈ സഭയ്ക്ക് ഇത്രമാത്രം ഭൗതികമായ ആത്മീയമായ നിശ്ചയം സമ്പാദിച്ചിട്ടുള്ള മറ്റൊരു പകരക്കാരനില്ല. അദ്ദേഹം ഒരു പള്ളിയിൽ പൊതുയോഗം നടത്താൻ ചെന്നു. അന്നൊക്കെ എങ്ങനെയാണ് പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നത്തെ കൂട്ട് ഫ്ലഷ് വെച്ച ടോയ്ലറ്റ് സൗകര്യമൊന്നുമില്ല. വെളിയിലൊരു കുഴിക്കും, 2 വട്ട മരം വെട്ടി കുറുകയിടും, ഓല കൊണ്ട് മേഞ്ഞ് അതിൻ്റെ ചുറ്റും മറയാക്കി വെക്കും. അവിടെയാണ് കുളിയും മറ്റ് പ്രാഥമിക കൃത്യങ്ങളും നിർവഹിക്കുന്നത്. ഒരാഴ്ച പ്രശ്നമുള്ള പള്ളിയിൽ താമസിച്ചു. അവിടെ താമസിച്ചിട്ട് അവരുടെ കഞ്ഞിയും ഒക്കെ കുടിച്ച്
ഇന്നത്തെ പോലെ സൗകര്യം, ഒരു കസേര തന്നെ എടുക്കണമെങ്കിൽ 10-40 വർഷത്തിന് മുമ്പ് എല്ലാ വീടുകളിൽ നിന്നൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടാകുകയില്ല. അവിടെ കിടന്നു. ഞാനന്ന് തറയിലാണ് കിടക്കുന്നത്. ഒരു പുൽപ്പാ കിട്ടും, അദ്ദേഹത്തിന് ഒരു കട്ടിൽ ഇവിടെ നിന്നോ കൊണ്ടുവന്നിട്ടു. ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. അനുഗ്രഹിക്കപ്പെട്ടവർ രാത്രി 12 മണി വരെ കൽപ്പനകൾ മഷി ഒഴിക്കുന്ന പേന കൊണ്ട് എഴുതും. ക്ഷീണിക്കുമ്പോൾ പറഞ്ഞു തരും, ഞങ്ങൾ എഴുതും. എന്നിട്ട് ശയന നമസ്കാരം നടത്തും. ഇതുപോലെയുള്ള പിതാക്കന്മാരുടെ ജീവിതനിഷ്ഠയാണ് നമ്മളെ ഇത്രത്തോളമൊക്കെ ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. 4 മണിയാകുമ്പോൾ അദ്ദേഹം ഒരു വിളി വിളിക്കും, ഷമ്മാശോ. അടുത്ത തട്ടുപടിയിൽ കിടക്കുന്ന ഞാൻ 4 മണിക്കുമ്പോൾ വിളിക്കാമെന്ന് ഉള്ളി ചിന്തിച്ചുകൊണ്ട് ചാടി എണീക്കും. അപ്പോൾ 4:45 മുമ്പ് അദ്ദേഹം ചാപ്പലിൽ ചെല്ലും, പ്രാർത്ഥിക്കും. 1 മണിക്കൂർ യാമനമസ്കാരവും 1/2 മണിക്കൂർ ധ്യാനവും. അദ്ദേഹത്തെ ഇപ്പോഴും ഫോട്ടോയിൽ കണ്ടാൽ ഇങ്ങനെ എരിഞ്ഞ് തിളങ്ങി നിൽക്കുന്ന സൂര്യനെ പോലെ തോന്നും. മോശയുടെ മുഖം പോലെ തിളങ്ങുന്ന തേജോമയമായ രൂപം എങ്ങനെ ആർജിച്ചു അദ്ദേഹം? പോട്ടെ, അതിലേക്ക് ഞാൻ വ്യക്തി വർണ്ണനയ്ക്കല്ല ഞാൻ ഉപയോഗിച്ചത്. അദ്ദേഹം പൊതുയോഗത്തിൽ ഒരു പ്രശ്നത്തിന് അവിടെ ചെന്ന് പരിഹാരമുണ്ടായി, എല്ലാവരും സമ്മതിച്ചു. പ്രശ്നം തീർന്നു എന്ന് കരുതുമ്പോൾ ഒരാൾ എണീറ്റ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ അടിയടിച്ചു, തിരുമേനി അതൊന്നും കൂടെ പറ്റത്തില്ല, ഇത് ഞങ്ങൾ തീരുമാനിക്കും. തിരുമേനിക്ക് വളരെ ദുഃഖമുണ്ടായി. തിരുമേനി മറ്റൊന്നും ആ വ്യക്തിയോട് പറഞ്ഞില്ല. തിരുമേനി എണീറ്റിട്ട് പറഞ്ഞു, മോനെ എന്നാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മോനെ അങ്ങനെ തന്നെ നിന്റെ തീരുമാനം പോലെ ഇരിക്കട്ടെ. അദ്ദേഹം പ്രാർത്ഥിച്ചോടൊന്ന് ദുഃഖത്തോടെ ഇറങ്ങിപ്പോയി. ഞാൻ പറയാൻ വന്നത്, ഇതൊന്നും പണ്ട് നടന്നൊരു കാര്യമോ കെട്ടുകഥയോ അല്ല, നേർക്കാഴ്ചകളാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആഴ്ചകളും മാസമൊന്നും വേണ്ടി വന്നില്ല. പണ്ടൊക്കെ ഒരു കാലത്താണ് പകരം കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ അറിയണം, ഉടനെ തന്നെ എല്ലാത്തിനും ഉണ്ട്. ശാപവും അനുഗ്രഹവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഏത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. ഇന്നത്തെ പോലെയുള്ള മൊബൈലൊന്നുമില്ല, ഇട്ട് കറങ്ങണം. ഒരു ദിവസം തിരുമേനി ഇങ്ങനെ വിളിച്ചപ്പോൾ, തിരുമേനി ഇന്നടെ തിന്നാൻ സുഖമില്ല, അവിടെ വരെ വരണം. തിരുമേനി ആദ്യം അദ്ദേഹത്തിന് പിടികിട്ടില്ല. ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, ഞങ്ങളതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. ആരുടെയും ദോഷത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേ ഉള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുമേനി ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ വിറയ്ക്കുന്ന കൈ ഇങ്ങനെ വിറയ്ക്കും. ഞാനിത് കാണിച്ചതിൻ്റെ കാര്യം നേർക്കാഴ്ചയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹം ആരോഗ്യമുള്ളപ്പോൾ പറഞ്ഞു, തിരുമേനി ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അത്രയും വരവില്ല. ഈ കൈ ഇങ്ങനെ ആടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രതികാരത്തിൻ്റെ ദൈവമൊന്നുമല്ല. നമ്മൾ പലപ്പോഴും പലതും ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ പലതും പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പ്രതികരിക്കുന്നതും എല്ലാം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം. പരുമല തിരുമേനി പറഞ്ഞു, മക്കളെ, നീ ദേവാലയത്തിൽ ചെന്ന് നീ കൊടുക്കേണ്ടത് കൊടുത്ത് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുക. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ എന്താ ആർപ്പോടുകൂടെ കൊയ്യും. നമ്മുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി നമ്മുടെ അപ്പനും അമ്മയൊക്കെ ഒത്തിരി കണ്ണുനീരൊഴുക്കി. ആ കണ്ണുനീർ ദൈവം തുരുത്തിയിൽ ശേഖരിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നിങ്ങൾ ഈ സോഹാറിലും ഈ ഒമാനിൽ വരുവാനും ഇത്രത്തോളമൊക്കെ ബലപ്പെടുവാനും ഇടയായത് കേട്ടോ. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം.
തുടർന്ന് പാടുന്ന ഓരോ വരിയും ഹൃദയസ്പർശിയാണ്. മക്കളെ, നീ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ഞാൻ മിക്കവാറും വ്യക്തിപരമായ ആവശ്യത്തിനും പരുമല എൻ്റെ സഹധർമ്മിയുടെ ചികിത്സയ്ക്കൊക്കെയുമായി പരുമല ആശുപത്രിയിൽ പോകുന്നതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻ്റർനാഷണൽ ക്യാൻസർ സെൻ്ററാണ് പരുമല തിരുമേനിയുടെ നാമത്തിലുള്ളതാണ്. പരുമല തിരുമേനി ഇന്ന് നമ്മൾ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ അറിയണം, അദ്ദേഹം രോഗിയായിട്ടാണ് മരിച്ചത്. നമ്മൾ വിചാരിക്കും ദൈവഭക്തന്മാർക്ക് രോഗം വരുമോ? ഏറ്റവും കൂടുതൽ ഭാരവും പ്രയാസവും വരുന്നത് ദൈവത്തെ അറിയുന്നവർക്കാണ്. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളെങ്കിലും എല്ലാറ്റിൽ നിന്നും യഹോവ അവരെ വിടുവിക്കും. ലാസർ, കർത്താവിനെ സ്നേഹിച്ച കുടുംബം, ലാസർ രോഗിയായി. അപ്പോൾ ചിലർ പറയുന്നു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ രോഗിയായി കിടക്കുന്നു, പ്രിയപ്പെട്ടവർക്ക് രോഗം വരുമോ? അപ്പോൾ യേശു പറയുന്നുണ്ട്, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനത്രേ. ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ചില രോഗവും വേദനയും ദുഃഖവും ഭാരവും ഒക്കെ ദൈവം അയച്ചു തരും. ലാസർ മരിച്ചതുകൊണ്ടാണ്, ലാസർ രോഗിയായതുകൊണ്ടാണ്, ലാസർ മരിച്ചതുകൊണ്ടാണ്, മരിച്ച് 4 ദിവസം കഴിഞ്ഞവനെ ഉയർപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ലോകം വിശ്വസിച്ചത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കേണ്ടതിനാണ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ഭാരവും വേദനയും അനിഷ്ടമായതൊക്കെ വരും. അതിനോട് മാർത്തു നിൽക്കുവാൻ നമുക്ക് അവകാശമില്ല. പെയിൻ, ഒരു ചിന്തകൻ അതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ ഒരു ഫുൾ ഫോം പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ നെഗറ്റീവ് സിറ്റുവേഷൻസ്, ദാറ്റ് ഈസ് പെയിൻ. എന്താ പെയിൻ എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ നെഗറ്റീവ് സിറ്റുവേഷൻ. എന്നും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളല്ല ജീവിതത്തിൽ ഉണ്ടാകുന്നത്. രോഗമായി, വേദനയായി, നഷ്ടമായി, കടബാധ്യതയായി, അസമാധാനമായി നെഗറ്റീവ് സിറ്റുവേഷൻ കടന്നു വരും. അപ്പോൾ നമുക്ക് ക്രിയാത്മകമായി പ്രതികരിക്കാൻ ഇടയാകണം. സൂര്യ തേജസ് ഏഞ്ചൽ ബാബ ആ കൈ വിറയ്ക്കുന്ന മനുഷ്യൻ്റെ ശിരസിന്മേൽ കൈവച്ചു. എന്നിട്ട് അയാൾ ഇടറി പറഞ്ഞ്, കണ്ടമിടറി പറഞ്ഞ കുറ്റബോധത്തോടെയുള്ള ഒരു കുറ്റസമ്മതമുണ്ട്. തിരുവേലി, ഞാൻ പള്ളിയിൽ വെച്ച് അങ്ങനെ സംസാരിക്കരുതായിരുന്നു. മോനെ, നിനക്ക് തോന്നും നീ അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ്. ഞാൻ നിന്നെ ഒന്നും ശപിച്ചിട്ടില്ല, എൻ്റെ മനസ്സ് വേദനയ്ക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശിരസിന്മേൽ ശിലീവ വെച്ച് പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ പറഞ്ഞൊരു വലിയ സാക്ഷ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ 20ാം ഓർമ്മയാണ്. മരിച്ചിട്ട് കാലം ചെയ്തിട്ട് 20 വർഷം നാളെ പിന്നിടുമ്പോൾ ഞാനിത് കൂടെ നിന്ന് അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറ്റബോധം. ഇതാ സാക്ഷ്യം, അല്ല ഇല്ലാത്ത കുറേ കെട്ടുകഥകൾ പറയുന്ന അല്ല സാക്ഷ്യം. ശിരസിന്മേൽ കൈവച്ചു, അനുഗ്രഹിച്ചു. അയാൾ പറഞ്ഞ വാക്യം, തിരുമേനി, ഇപ്പോൾ എൻ്റെ സകലവിധ ഭാരവും മാറിപ്പോയി. നമുക്ക് ശാരീരിക പീഡകളേക്കാൾ ഏറ്റവും കൂടുതൽ വേദന തരുന്നത് മാനസിക പീഡകളാണ്. അതുകൊണ്ട് രോഗവും പീഡയൊക്കെ വരാം, അത് എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് വരാതിരുന്നാൽ മതി. രോഗവും ഭാരവും വേദനയ്ക്ക് അവനവൻ വഹിക്കേണ്ട കുരിശ് വഹിച്ചേ പറ്റുകയുള്ളൂ. പക്ഷേ അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണല്ലോ അതിങ്ങനെ എന്നുള്ളത് കുറ്റബോധം നമുക്കുണ്ടാകാതിരിക്കാൻ ജീവിതത്തെ നാം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. എങ്കിലും നോമ്പ് എന്തിന്? സ്വയം അനുദപിക്കുവാൻ. ഞാൻ പറഞ്ഞല്ലോ, പരുമല ആശുപത്രിയിൽ ഞാൻ പോകുമെന്ന്, ദൈവം നമ്മെ നിർത്തിയെന്ന്. ഞാൻ പരിശോധനയൊക്കെ കഴിഞ്ഞ് തുടർ പരിശോധനയ്ക്കൊക്കെ അതിൻ്റെ ഇടനാഴിയിലൂടെ പോകുമ്പോൾ മുഖം കുഴിഞ്ഞ്, കണ്ണ് കുഴിഞ്ഞ്, മുഖം നോക്കിയാൽ തന്നെ ദുഃഖ ജീവിതമുള്ള ഒരു സ്ത്രീ, ഏകദേശം 19 വയസ്സ് തോന്നിക്കും. അവർ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അച്ഛന് ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛനാണ്. ഞാൻ പറഞ്ഞാണ്, അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ മുറിയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ചില മുള്ളുകൾ, കൊമ്പുകളൊക്കെ ഒന്ന് ഒടിയണമെങ്കിൽ 3 സ്ഥലങ്ങളിലേക്ക് നമ്മളൊന്ന് പോയാൽ മതി കേട്ടോ. നമ്മുടെ കൊമ്പുകളൊക്കെ ഒന്ന് ഒടിയണമെങ്കിൽ ഞാൻ വിചാരിക്കും ഞാൻ സംതിങ് ആണ്, ഐ ആം സംതിങ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വി ആർ നത്തിങ്.
നമ്മൾ ആരും ഒന്നുമല്ല കേട്ടോ, നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മൾ 3 സ്ഥലത്തേക്ക് പോയാൽ മതി. ഒന്ന്, ആശുപത്രിയിലൊന്ന് പോയാൽ മതി. ഇവിടെ മിക്കവാറും എല്ലാവരും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അവിടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും വില നമുക്കറിയുവാൻ കഴിയും. 2, നീ സന്ദർശിക്കേണ്ട സ്ഥലമാണ് ജയിൽ. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ തടവുകാരനായിട്ട് പോയതല്ല. അവിടെ സന്ദർശിക്കുവാൻ പോകുന്നുണ്ട്. ക്രിസ്മസിനും ഓണത്തിനുമൊക്കെ ഞങ്ങളൊരു ടീമുണ്ട്. മാവേലിക്കര ഭദ്രാസനത്തിന് ജയിൽ മിനിസ്ട്രി ഉണ്ട്. സെൻട്രൽ ജയിൽ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്. അവരുടെയൊക്കെ ജീവിതം നമ്മളെയൊക്കെ ചില ബോധങ്ങളും അനുഭവങ്ങളും നമുക്ക് പകർന്നു തരും. പിന്നെ നീ വല്ലപ്പോഴും പോകേണ്ടതാണ്. എവിടാന്നറിയാം? സെമിത്തേരി, നമ്മുടെ ശ്മശാനത്തിലേക്കൊന്ന് പോകണം. നമ്മുടെ അപ്പൻ്റെ കല്ലറയിൽ പോയി മെഴുകി തിരിക്കണം, കത്തിക്കണം. സെമിത്തേരി ചെല്ലുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളോട് സംഭാഷിക്കും. വീരന്മാരും സുന്ദരരും നിശേഷം നാശം പൂണ്ടു. നമ്മുടെ ശിവ നമസ്കാരത്തിൽ പാടുന്നതാണ്. അവരെയോ മണ്ണായി കർത്താവേ സഹതാപം നിൻ പ്രതിരൂപത്തോട് തോന്നണമേ. എത്രയോ പരാക്രമികളാണ് ആ കല്ലറയിൽ വിശ്രമിക്കുന്നത്. ആർക്കും നമ്മളോടൊന്നും പറയുവാൻ കഴിയുന്നില്ല. മനുഷ്യന് ചില നിസ്സഹായതകളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പ് സ്വയം അനുദപിക്കുന്നതിനാണ്. നമുക്ക് സ്വയം അനുദപിക്കുമ്പോൾ ഒരു റിവൈവൽ ഉണ്ടാകും, ഉണർവുണ്ടാകും, ഒരു റിന്യൂവൽ ഉണ്ടാകും, പുതുക്കമുണ്ടാകും. നമുക്ക് ഒരു റെഫർമേഷൻ ഉണ്ടാകും, ഒരു നവീകരണം ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെ ഉണ്ടാകണം? റിവൈവൽ ഉണ്ടാകണം, പിന്നെ എന്താ? റിന്യൂവൽ ഉണ്ടാകണം, പിന്നെ റെഫർമേഷൻ ഉണ്ടാകണം. ഒരു റെഫർമേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? മാർട്ടിൻ ലൂതറിൻ്റെ കാലത്തുള്ള ആ വലിയ റെഫർമേഷൻ. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്വയം അനുദപിപ്പാൻ ഈ 3 നോമ്പിൻ്റെ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. 2, അനുരഞ്ജനത്തിലേക്ക് വളരണം. അനുരഞ്ജനത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിയണം. സൃഷ്ടിയിലെ ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആദ്യ ചോദ്യം, സൃഷ്ടിയോടുള്ള ചോദ്യം എന്താ? ആദമേ, നീ എവിടെയാകും? 2ാമത്തെ ചോദ്യമാണ് എന്ത്? നിന്റെ സഹോദരൻ എവിടെ? അവന്റെ രക്തം ഇതാ എന്നോട് നിലവിളിക്കുന്നു. അനുരഞ്ജനം, നോമ്പ് പരസ്പരം അനുരഞ്ജനപ്പെടുവാനാണ്. നമ്മുടെ കുർബാനയിൽ നമ്മൾ അനുരഞ്ജനപ്പെടുവല്ലോ ഇല്ലേ? എന്തുവായാലും കൊടുക്കുന്നേ? കയ്യസൂരി കൊടുക്കും. എല്ലാവരും നേരെയാണോ കൊടുക്കുന്നേ? നേരെ മുഖത്തോടും ഫേസ് ടു ഫേസ് ആണോ? ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പാർട്ടി എന്ന് പറഞ്ഞു, അച്ഛാ അവരിങ്ങനെ ചെയ്യുന്നതായിരിക്കും കയ്യസൂരി എന്ന് പറഞ്ഞു. എന്താ വചനം പറയുന്നു? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു എന്താ? ആകയാൽ നീ ബലിപീഠത്തിൽ വഴിപാടർപ്പിക്കുവാൻ ഭാവിക്കുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും പിണക്കമുണ്ടെന്ന് നിനക്ക് ബോധ്യമായാൽ, സഹോദരനില്ല പിന്നെ നിനക്ക് ബോധ്യമായാൽ നീ എന്ത് ചെയ്യണം? വഴിപാട് കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ചിട്ട് എന്തോ ചെയ്യണം? സഹോദരനോട് നിരപ്പാകണം. ഇത് വായിക്കാൻ പണ്ടൊരു റെഫറൻസ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഒരാൾ ഇങ്ങനെ വായിച്ചു, ആകയാൽ നീ വഴിപാട് അർപ്പിക്കുവാൻ ബലിപീഠത്തിലേക്ക് വരുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും പിണക്കമുണ്ടെന്ന് നിനക്ക് ബോധ്യമായാൽ വഴിപാട് ബലിപീഠത്തിൽ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനെ നിരപ്പാക്കണം. സഹോദരനെ നിരപ്പാക്കണം. പിന്നീട് വന്ന് ബലിയർപ്പിക്കണം. ഇന്ന് നിരപ്പാകുന്നതിനേക്കാൾ എന്താ നിരപ്പാക്കുന്നത്? പണ്ട് വേലി കെട്ടുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. ഓടി ചാടിയെങ്കിലും അകത്ത് വീടായിരുന്നു. ഇപ്പം മതിലിൻ്റെ പൊക്കം കൂടിപ്പോയി ഇല്ലേ? പോകട്ടെ. നമ്മൾ അറിയേണ്ടത് അനുരഞ്ജനത്തിലേക്ക് വളരണം. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഇലക്ഷനിൽ അമേരിക്കയിൽ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്തു. ഞാൻ പ്രസിഡന്റായാൽ അമേരിക്കയ്ക്ക് നിത്യനാശമാകുന്ന ആ മെക്സിക്കൻ അതിർത്തിയിൽ, സമുദ്ര അതിർത്തിയിൽ ഞാൻ വലിയ പൊക്കത്തിലുള്ള മതിൽ കെട്ടും. അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദത്തമായിരുന്നു. അതുവഴിയാകും കുടിയേറ്റക്കാർ കടൽ വഴി ഇവിടെ വന്ന് കയറി അമേരിക്കയിൽ വലിയ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് അന്നത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ
ഫ്രാൻസിസ് പോപ്പ് ട്രംപിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ട്രംപ്, യു ആർ എ ക്രിസ്ത്യൻ. ഇറ്റ് ഈസ് നോട്ട് യുവർ ഡ്യൂട്ടി ടു ബിൽഡ് വാൾസ്. വാൾസ് വിൽ സെപ്പറേറ്റ്, ബട്ട് യു ആർ ലൈബിൾ ടു ബിൽഡ് ബ്രിഡ്ജസ്. ബ്രിഡ്ജ് വിൽ യുണൈറ്റ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അല്ലയോ ട്രംപേ, നീ ഒരു ക്രിസ്ത്യാനിയാണ്. മനുഷ്യനെ അക്കരെ ഇക്കരെ നിർത്തുന്ന, വേർതിരിച്ച് അകറ്റി നിർത്തുന്ന മതിലുകളുടെ പൊക്കം കൂട്ടുകയല്ല നിന്റെ പണി. പിന്നെന്താ? മനുഷ്യർക്ക് കയറി വരുവാൻ തക്കണം, കയറുവാനും ഇറങ്ങുവാനും കഴിയുന്ന എന്ത് പണിയണം? പാലങ്ങൾ പണിയുന്നവരായിരിക്കണം. അത് ട്രംപ് മാത്രമല്ല, ജേക്കബ് ജോൺ അച്ഛനും നമ്മുടെ വികാരി അച്ഛനും നമ്മൾ ഓരോരുത്തരും എന്താകണം? പാലങ്ങൾ പണിഞ്ഞ് പരസ്പര ബന്ധങ്ങൾ അനുരഞ്ജനം വളർത്തുവാൻ തക്കവണ്ണം ശക്തരായി മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നോമ്പെന്തിന്? സ്വയം അനുദപിക്കുവാൻ. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കി അനുതാപത്തിൻ്റെ ആത്മാവിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു. അനുതാപത്തിൻ്റെ സങ്കീർത്തനം ഏതാ? 51-ാം സങ്കീർത്തനം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദാവീദ് ആരോടാ പാപം ചെയ്തത്? ദാവീദ് മനുഷ്യനുമായി ചെയ്ത പാപം ദൈവത്തോട് ചെയ്ത പാപമാണ്. ഈ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ജോസഫിന് പൊത്തിഫേറിന്റെ കൊട്ടാരത്തിൽ അവിഹിതമായത് ചെയ്യുവാൻ അവസരം ലഭിക്കുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യും? ഇവിടെ നീ സഹോദരനോട്, സഹജീവിയോട് ചെയ്യുന്ന കുറ്റം ആരോട് ചെയ്യുന്ന കുറ്റമായി കണക്കാക്കപ്പെടും? ദൈവത്തോട്. അതുകൊണ്ട് നോമ്പിൽ ഇടവാങ്ങൾ, വ്യക്തികൾ, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടെങ്കിൽ പരസ്പരം കൈകൊടുത്ത് അനുരഞ്ജനത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയണം. ആസ് എ ക്രിസ്ത്യൻ, ആർ യു സ്പ്രെഡിങ് ദ ഗോസ്പൽ ഓർ ഗോസിപ്പ്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വചനത്തെ നീ പ്രചരിപ്പിക്കുന്നുവോ, അതോ അരുതാത്തത് നീ സംസാരിച്ച് വികലമാക്കുന്നുവോ? ആസ് എ ക്രിസ്ത്യൻ, ആർ യു സ്പ്രെഡിങ് ദ ഗോസ്പൽ ഓർ ഗോസിപ്പ്? എന്തിന് നോമ്പ്? മൂന്നാമതായി, എൻ്റെ സമയം പെട്ടെന്ന് പോകുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. നോമ്പ് ചില തിരിച്ചറിവുകളിലേക്ക് നമ്മെ നയിക്കണം. മുടിയൻ പുത്രൻ ഒരു മകനും അപ്പനോട് ചെന്ന് അവകാശം ചോദിക്കാൻ പാടില്ല. അവൻ അപ്പനോട് ചെന്ന് അവകാശം ചോദിച്ചു. കുടുംബസ്വത്തിൽ ഓഹരി വെച്ച് തരണമെന്ന് പറഞ്ഞു. കുടുംബസ്വത്ത് കിട്ടാൽ അത് വിൽക്കാനും പാടില്ല. സഹോദരങ്ങൾക്കോ കുടുംബാംഗങ്ങൾക്കോ കൊടുക്കാം, അന്യന് കൊടുക്കരുത്. അതുകൊണ്ടാണല്ലോ ആഹാവ് അതെ മുന്തിരിത്തോട്ടം അല്ലേ ചോദിക്കുമ്പോൾ നാബോത്ത് പറയുന്നുണ്ട്, ഇതെൻ്റെ പിതാവ് എനിക്ക് തന്നതാണ്, ഞാനത് നിനക്ക് തരികയില്ല. അതിനാണ് കല്ലെറിഞ്ഞവനെ കൊല്ലുവാൻ ഇസബേലിൻ്റെ സഹായത്തോടും ഗൂഢാലോചനയോടും കൂടെ അവൻ പോകുന്നത്. ഞാനിന്ന് പറഞ്ഞു വന്നത് എന്താ? ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ അനുരഞ്ജനത്തിൻ്റെതായ മാതൃകകൾ, കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് പിതാവിൻ്റെ ഭവനത്തിൽ ചെന്ന് പിതാവിനോട് ഓഹരി വാങ്ങിച്ചിട്ട് അവൻ പോകുന്നു. എവിടെ പോകുന്നു? കാശുണ്ടായിരുന്നപ്പം കൂട്ടുകാരുണ്ട്, എല്ലാം നശിച്ച് പന്നികൾക്ക് വേയ്ക്കുന്ന ജോലിയിൽ നിന്നുകൊണ്ട് അവന് പശ്ചാത്താപവും കുറ്റബോധവും തിരിച്ചറിവുണ്ടാകുന്നു. തിരിച്ചറിവുണ്ടായപ്പോൾ അവൻ എന്ത് ആഗ്രഹിക്കുന്നു? തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അറിവുകളല്ല നമുക്കുണ്ടാകേണ്ടത്, പിന്നെ തിരിച്ചറിവുകൾ ഉണ്ടാകണം. തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് വരും? തിരിച്ചു വരും. എന്നിട്ട് അവൻ തിരിച്ചു വന്നിട്ട് അപ്പനോട് പറയുന്നു, എന്താ? ഫാദർ, ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് യു ആൻഡ് അഗൈൻസ്റ്റ് ഗോഡ്. ഐ ആം നോ ലോങ്ങർ ഫിറ്റ് ബി കോൾഡ് യുവർ സൺ. നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. അതാണ് തിരിച്ചറിവ്. അപ്പൻ അവൻ്റെ വിരലിനെ മോതിരവും പിന്നെ കാലിന് എന്തോ കൊടുത്തേ? കാലിൽ എന്തോ ഇടുന്നേ? മോതിരമാകുന്നു. ഇപ്പം കാലിൽ മോതിരമാണ് അല്ലേ? അപ്പോൾ കാലിന് ചെരുപ്പും വിരലിന് മോതിരവും അണിയിച്ചു. ഒരാശയം കൂടി ഓർപ്പിക്കട്ടെ. തിരിച്ചറിയുവാൻ, നാലാമതായി തിരുത്തുവാൻ നമുക്ക് കഴിയണം. തിരുത്തുവാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അത് കുറ്റമെന്നറിയുമ്പോൾ ഒന്ന് സോറി പറയുവാൻ, ഒന്ന് തോളത്ത് തട്ടുവാൻ, നമുക്ക് ക്ഷമിക്കുവാൻ മനുഷ്യ സഹജമായി നമുക്ക് കഴിയണം. നോമ്പ് ഇതാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. അതെ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത നിനവേ വാസികൾ, അവർ അവിടെ
പാപത്തിൽ വീണു. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവം പറയുന്നു. ഞാൻ പരിമല ആശുപത്രിയുടെ ആ കാര്യം ഇടയ്ക്ക് വെച്ച് സംഭാഷണത്തിൽ വിട്ടുപോയി ഇല്ലേ. ഞാൻ ആ സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛൻ ഓർത്തഡോക്സിലെ പുരോഹിതനാണെങ്കിൽ എൻ്റെ ഈ മുറിയിലിട്ട് വന്നൊന്ന് പ്രാർത്ഥിക്കുമോ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അസ്ഥിപഞ്ജരമായ ഒരു യുവാവ് അവിടെ കിടപ്പുണ്ട്. അവർ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ മകനാണ്. അവന് ഇപ്പോൾ 30 വയസ്സുണ്ട്. അവൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു. അവൻ്റെ 5ാമത്തെ വയസ്സിൽ അവൻ്റെ അപ്പം മരിച്ചുപോയി. എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അവർ കഷ്ടപ്പെട്ട് അവനെ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ലൊരു ജോലിയിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഓഫീസിലിരിക്കുമ്പോൾ അവരൊരു തലചുറ്റലുണ്ടായി. അവനവിടെ വീണു. ആശുപത്രി കൊണ്ടു ചെല്ലുന്നു. അവിടെ തുടങ്ങിയ പരീക്ഷകളും പരിശോധനകളും നിങ്ങൾക്കറിയാമല്ലോ, ആശുപത്രി പ്രൊസീജിയർ. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും തെറ്റിയപ്പോൾ അവനെ അവിടെ കൊണ്ടുവന്ന് അവിടെ ആക്കിയിരിക്കുകയാണ്. വൈദ്യശാസ്ത്രം അവൻ്റെ ആയുസ് നിർണയിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാസമ്പന്നൻ, നല്ലൊരു ജോലി, ഒരു നിമിഷം കൊണ്ട് കുഴഞ്ഞു വീഴുമ്പോൾ അവരുടെ ജീവിതം അവസാനിക്കുകയാണ്. ഇതൊന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല, എനിക്ക് മറ്റാരുമില്ല. അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മുഖം ഒന്ന് മറയ്ക്കുവാനെങ്കിലും ഇവനൊരു ആയുസ് ദൈവം കൊടുക്കുവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരമ്മ ആഗ്രഹിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? അതിന് വലിയ വേദശാസ്ത്ര ചിന്തകളൊന്നും നമ്മൾ കേൾക്കണ്ട. ജീവിതത്തെ പിടിച്ചൊലിക്കുന്ന, ഹൃദയത്തെ കുത്തിമുറിവേൽപ്പിക്കുന്ന ചില അനുഭവങ്ങളാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ആശുപത്രികളിലൊക്കെ വല്ലപ്പോഴും ഒന്ന് പോകണേ. നമുക്ക് ഇച്ചിരി അഹങ്കാരം കൂടുമ്പോൾ, ഞാനെന്ന ചിന്ത കൂടുമ്പോൾ, അവിടേക്ക് ഒന്ന് പോകുമ്പോഴേ നീ ഒന്നുമല്ല മക്കളെ എന്ന് ചിന്തിക്കാൻ ഇടവരും. അതുകൊണ്ട് ആ അമ്മയുടെ ദുഃഖം നമുക്കാർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് ദുഃഖവും വേദനയൊക്കെ കാണും. പക്ഷേ അവരാഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു പ്രതീക്ഷ വൈദ്യശാസ്ത്രം അവരോട് പറഞ്ഞിട്ടില്ല. അവരവിടെ നാളുകൾ തട്ടി പ്രതീക്ഷയോടെ കാത്തു പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ 4 കാര്യങ്ങൾ ഓർപ്പിച്ചു. നോമ്പ് എന്തിന്? സ്വയം അനുദപിക്കുവാൻ, അനുരഞ്ജനത്തിലേക്ക് വളരുവാൻ, തിരിച്ചറിവുകൾ ഉണ്ടാകുവാൻ, 4 തിരുത്തുവാൻ, 5 തിരിച്ചു വരുവാൻ. തിരിച്ചു വരണം. അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരണം. പീപ്പിൾ വിൽ ഹേർട്ട് യു, ഗോഡ് വിൽ ഹീൽ യു. ജനം നിനക്ക് മുറിവ് തരും, സർവശക്തൻ നിന്റെ മുറിവ് കെട്ടും. പീപ്പിൾ വിൽ ഹേർട്ട് യു, ഗോഡ് വിൽ ഹീൽ യു. അതെ, പീപ്പിൾ വിൽ ഹ്യൂമിലിയേറ്റ് യു, ഗോഡ് വിൽ മാഗ്നിഫൈ യു. ജനം നിന്നെ താഴ്ത്തിക്കെട്ടും, നിന്റെ നന്മയൊന്നും അംഗീകരിക്കത്തില്ല. രക്ഷകൻ നിന്നെ പിടിച്ച് ഉയർത്തും. പീപ്പിൾ വിൽ ജഡ്ജ് യു, ഗോഡ് വിൽ ജസ്റ്റിഫൈ യു. ദൈവം നിന്നെ നീതീകരിക്കും. ഇതിനപ്പുറം എന്താ വേണ്ടത്? ദൈവം മുറിവ് കെട്ടും, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ നീതീകരിക്കും. അതുകൊണ്ട് മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അനുഗ്രഹിക്കപ്പെട്ടവരെ, ആ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ 3 നോമ്പിൻ്റെ ഈ പ്രഥമ ദിവസത്തിൽ നാം കടന്നു വരുമ്പോൾ പ്രാഥമിക ചിന്തയായി ഒരു വാക്യം തരുന്നു. നിങ്ങൾക്ക് വേദപുസ്തകം ഉണ്ടെങ്കിൽ വായിക്കുന്ന നല്ലതായിരിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ 16-ാം അധ്യായത്തിലെ 27-ാം വാക്യവും 32-ാം വാക്യവും പെട്ടെന്ന് വായിക്കാമോ? പേജ് 138. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരിൽ തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. മതി. 34-ാം വാക്യം അതിൻ്റെ. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. മതി. പശ്ചാത്തലം നിങ്ങൾക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷിച്ചതിൻ്റെ പേരിൽ ശൗലായിരുന്ന പൗലോസ് ശീലാസും ചന്തസ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെടുകയാണ്. അധിപതികളുടെ മുമ്പാകെ നിർത്തപ്പെട്ട് വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് കോലുകൊണ്ട് അടിപ്പിച്ച്
കൈകാലുകൾ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ജയിലിൽ കൊണ്ടുവന്നിട്ടിട്ട്, മുറിയിലല്ല, പിന്നെ എവിടെ കൊണ്ടിട്ടെന്നാ പറയുന്നത്, അകത്തെ മുറിയിൽ. ഒരു കാരണവശാലും ഈ മുറിയുടെ ഭിത്തി തുറന്ന് ഇറങ്ങിപ്പോകരുത്. അകത്തെ മുറിയിൽ കൊണ്ടുവന്നിട്ട് അവരെ ആമത്തിൽ ആക്കി. അവിടെ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സമയപരിമിതി കൊണ്ട് അവിടെ ആ ഭാഗം നിങ്ങൾ വായിക്കുന്ന ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. പിന്നെ എന്താ രണ്ടാമത് പറയുന്നു? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. മൂന്നാമത് അതിൻ്റെ ഇരുമ്പ് വാതിൽ തുറന്നുപോയി, ചങ്ങലകൾ അഴിഞ്ഞു വീണു. നിങ്ങൾ പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് അല്ലേ? അപ്പോസ്തലർ രാത്രികാലേ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീകത്തിടും. കാരാഗ്രഹത്തിന്റെ അധികാരി, കാരാഗ്രഹ പ്രമാണി, തടവുകാർ പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ ഉൾത്തടവിലിട്ടിട്ട് കാരാഗ്രഹ പ്രമാണി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഈ കാണുന്ന കാഴ്ച അദ്ദേഹത്തെ ഭയപ്പെടുത്തി. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. തൻ്റെ ദൗത്യ നിർവഹണത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഇനി താൻ പുറത്താക്കപ്പെടും, പരാജയപ്പെട്ടു എന്നറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സ്വയം ആത്മഹത്യ ചെയ്ത് വാളൂരി വാളെടുത്ത് തന്നെത്താൻ കുത്തി മരിച്ച് ജീവൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തിന് ഞാൻ ഈ വാക്യം ഇന്നെടുത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് എ പീരീഡ് ഓഫ് ക്രൈസിസ്. എല്ലാം ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലമാണ്. എഫേസ്യ ലേഖനം 5:15 പറയുന്നു, മക്കളെ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിപ്പീൻ. ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ ആത്മഹത്യകൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. വിവാഹമോചനങ്ങൾ അനുദിനം വർദ്ധിക്കുന്നു. കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു. മദ്യത്തിനും ലഹരിക്കും അടിമകളായി അനേകർ ജീവിതത്തെ ഹോമിക്കുന്നു. അങ്ങനെ ജീവിതം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് സിവിൽ വാർ. അസമാധാനത്തിലും അസ്വസ്ഥതയിലും കഴിയുന്ന മാനവരാശി ഇവിടെ ദൗത്യ നിർവഹണത്തിൽ പരാജയപ്പെട്ടപ്പോൾ മരിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ഒരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. കുടുംബമായി സന്തോഷിക്കുന്നു. തന്നെത്താൻ വാളൂരി സ്വയം മരിക്കുവാൻ ആഗ്രഹിച്ചവൻ മരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹവും കുടുംബവും സാക്ഷ്യത്തോടെ സന്തോഷത്തോടെ ജീവിതം തുടരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും വേദനകളെയും അസമാധാനങ്ങളെയും അതിജീവിച്ച് സന്തോഷത്തോടുകൂടെ മുന്നേറുവാൻ കഴിയും? അക്കമിട്ട് 6-7 പോയിന്റ് ഓർപ്പിച്ചുകൊണ്ട് അനുവദിച്ചുള്ള സമയത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. ഒന്നാമതായി, കാരാഗ്രഹ പ്രമാണിയും അവൻ്റെ കുടുംബവും കുടുംബമായി സന്തോഷിക്കുവാനുള്ള കാരണം, നിങ്ങൾ ആ വേദവാക്യം കൂടെ എടുത്തോണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. 16-ാം അധ്യായത്തിൽ 29-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവൻ്റെ കുടുംബത്തിന്റെ ആനന്ദത്തിന്റെ ഒന്നാമത്തെ കാരണം, അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 3 നോമ്പ് നമുക്കൊരു ആത്മീയ വെളിച്ചം ലഭിക്കേണ്ട സന്ദർഭമാണ്. ഇരുട്ടിനെ പഴിക്കുവാൻ എളുപ്പമാണ്, പക്ഷേ ആ പഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതൊരു ചെറിയ തിരിയെങ്കിലും തെളിയിക്കുന്നതാണ്. സോഹാർ പള്ളി ഈ 3 നോമ്പിൽ ഇത്രയും ആളുകൾ കൂടെ കടന്നു വന്നിരിക്കുമ്പോൾ, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ടില്ലെങ്കിലും ഒരു മിന്നാമിനുങ്ങിൻ്റെ ആത്മവെളിച്ചം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തെളിയുമെങ്കിൽ ഈ ധ്യാനം അർത്ഥവത്തായി. മെഡിറ്റേഷൻ ഈസ് എ ജേർണി ടു റിപ്പൻറ്റൻസ്. ധ്യാനം എന്തെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്:
ഇറ്റ് ഈസ് എ ജേർണി ടു റിപ്പൻറ്റൻസ്, അനുതാപത്തിലേക്കുള്ള വഴിയാണ്. ബൃഹദ്ധരണിക ഉപനിഷത്തിൽ അത് പഴയ സന്യാസിമാർ ഇങ്ങനെ പാടി: അസത്തോമ സദ്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമേ. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. മർത്യോമ അമൃതഗമയ, മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്ക് നയിക്കണമേ. അതെ, അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. നിങ്ങൾ ഇത്രയും പേർ ജീവിതത്തിൻ്റെ തിരക്കുകളിലും സമ്മർദ്ദങ്ങളിലും ജോലികളിലുമൊക്കെ ഈ ദൈവീക പ്രകാശം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഈ യാഗപീഠത്തിലേക്ക് അടുത്തു വന്നിരിക്കുന്നത്. വെളിച്ചം, അതിന് 2-3 പ്രത്യേകതകളുണ്ട്. അത് വഴികാട്ടുന്നതാണ്. ഈ വചന വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടും. 2, അത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അല്ലേ? ഇപ്പോൾ ഇവിടെ വെട്ടമില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ എങ്ങനെ കിടക്കുന്നു നമുക്ക് അറിയാൻ കഴിയില്ല. വെളിച്ചം നമുക്ക് വഴി കാട്ടുന്നു, ദിശ കാട്ടുന്നു. 2, വസ്തുതകൾ മനസ്സിലാക്കി തരുന്നു. വെളിച്ചത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് നിശബ്ദമാണ്. അല്ലേ? വലിയ ശബ്ദങ്ങളൊന്നും ഇല്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 5:8-9 വാക്യങ്ങളിൽ പറയുന്നു എന്താ? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ച് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളി. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ കുറിച്ചിടണം. കുറച്ച് പേരുടെ കയ്യിലൊക്കെ വേദപുസ്തകമുണ്ട്. കൺവെൻഷന് വരുമ്പോഴേ ഒരു വേദപുസ്തകമൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. വലിയ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നെങ്കിലും കുറേ പേരുടെ കയ്യിലുണ്ട്. പണ്ടേ ഒരു അമ്മച്ചി ഓർത്തഡോക്സുകാരിയായിരുന്നു. അമ്മച്ചി മോളെ വീട്ടിൽ പോയി, മരുമോൻ്റെ വീട്ടിൽ പോയതാണ്. മരുമോനെ പക്ഷേ വേറൊരു പാർട്ടിയാണ്. രക്ഷിക്കപ്പെട്ടവരായി. ഇവിടെ നിന്നപ്പോൾ ഓർത്തഡോക്സുകാരായിരുന്നു, പിന്നെ അങ്ങ് രക്ഷിക്കപ്പെട്ടവരായി. അവിടെ ചെന്നപ്പം അമ്മച്ചിക്കൊരു നിർബന്ധമുണ്ട്, അടുത്തുള്ള പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞപ്പം അന്നത്തെ മോളും മരുമോടെ പറഞ്ഞു, എന്നും പള്ളിയില്ലേ, ഇന്ന് ഞങ്ങളുടെ കൂടെ വാ. അമ്മച്ചിക്ക് വന്ന കുഴപ്പമേ. അമ്മച്ചി പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്കത് വരാനേ ഒക്കത്തില്ല. ചിലപ്പോൾ നിങ്ങളും വിചാരിച്ചേക്കാം, ഒരു ദിവസത്തേക്കൊന്ന് പോയാലെന്താ കൂടെ. അമ്മച്ചി തന്നെ ചട്ടയും മുണ്ടുമൊക്കെ ഇട്ട് നീറ്റിയതൊക്കെ ഇട്ട് വെളിയിലോട്ട് പോയി. ഇവിടെ അടുത്ത പള്ളിയുണ്ടെന്ന് അറിഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു കട തുറന്ന ഒരാളവിടെ ഇരിപ്പുണ്ട്. ചില കാര്യങ്ങളൊക്കെ കാണും. യോന തർശീസിലേക്ക് പോകാൻ ചെന്നപ്പോൾ ചിലപ്പോൾ തിന്മയ്ക്കായിരിക്കും അനുകൂലമായ സാഹചര്യങ്ങൾ, അല്ലേ? നന്മയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും. ബുക്ക് ചെയ്ത് ടിക്കറ്റും എടുത്തിരുന്നാൽ ചിലപ്പോൾ ഫ്ലൈറ്റ് സമയത്ത് കിട്ടത്തില്ല. നിങ്ങളൊക്കെ അനുഭവസ്ഥരാണ്, അല്ലേ? ഇത് അവൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിക്കുമെന്നും പറഞ്ഞ് കപ്പലിങ്ങനെ തുറന്ന് കിടക്കും, അല്ലേ? ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച അമ്മച്ചി അങ്ങോട്ട് ചെന്നപ്പോൾ കടക്കാരനോട് ചോദിച്ചു, അമ്മച്ചി ഇവിടെയുള്ള ഓർത്തഡോക്സ് പള്ളി ഏതാ? അമ്മച്ചിയുടെ ചോദ്യമാണ്. വല്യമ്മൻ പറഞ്ഞു, ഇവിടെ നിന്നാൽ മതി, ആളുകളൊക്കെ വരും. ഇവിടെ ഇപ്പോൾ സമയം ഇത്രയായല്ലോ. ഇപ്പോൾ അമ്മച്ചി 6:30 മണിയായപ്പോൾ റെഡിയായി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കുറേ ആളുകൾ വരും. അവരുടെ കയ്യിൽ കുറേ കൊന്തയും ഒക്കെ കാണും. അവരുടെ കൂടെ പോകരുത്. അവിടെ പോയാൽ അവിടെ പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുവാന്നല്ലോ. കത്തോലിക്ക പള്ളിയിൽ അവരുടെ കൂടെ പോകണ്ട. കുറച്ച് കഴിയുമ്പോൾ കുറേ ആളുകൾ വരും. അവരുടെ കയ്യിൽ വേദോത്സവം കാണും. പിന്നെ ചിലപ്പം മാലയും കമ്പലൊന്നും കാണത്തില്ല. അവരുടെ കൂടെ പോകരുത്. ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു 9 മണി 9:15 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇരുന്നാൽ കുറേ ആളുകൾ ഇങ്ങനെ കൈയും വീശി ഇങ്ങനെ വരും. രാവിലെ നടക്കാൻ പോകുന്നവട്ടെ അവരുടെ കയ്യിലൊന്നും കാണത്തില്ല. അവരുടെ കൂടെ പോയാൽ എവിടെ ചെല്ലാം? ഓർത്തഡോക്സ് ചെല്ലാം. ഞാനിത് പറഞ്ഞു വന്നത് നിങ്ങളെ ആരെയും വിമർശിക്കുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ അമ്മച്ചിയുടെ കാര്യം ഒന്ന് പറയാൻ വേണ്ടി. നമുക്കൊരു വേദോത്സവമൊക്കെ കയ്യിരിക്കുന്നത് നല്ലതാണ്. If you carry the Bible will carry you. നീ വേദപുസ്തകം കയ്യിലെടുത്താൽ വേദപുസ്തകം നിന്നെ കരങ്ങളിൽ എടുത്തുകൊള്ളും. കുഞ്ഞുങ്ങളെ, നമ്മുടെ കോട്ടയത്ത് ചിലക്ക് അറിയാം, ഒരു ബൈബിൾ സൊസൈറ്റി ഉണ്ട്. ശാസ്ത്രി റോഡിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ മുകളിൽ ഒരു ബോർഡുണ്ട്. ഒരു ആപ്തവാക്യം ഇതാണ്. അത് എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചോ? ഇന്ന് നിങ്ങൾ വേദപുസ്തകം വായിച്ചു? ഇത്രയേ ഉള്ളൂ ചോദ്യം. വേദപുസ്തകം മേടിക്കാൻ പോവുക. നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും സമ്മാനം കൊടുക്കാനൊക്കെ ആയിരിക്കും കേട്ടോ.
ദിവസം നമുക്കുണ്ടല്ലോ കല്യാണത്തിന് പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ കിട്ടിയില്ലേ, ഞങ്ങൾക്കാണെങ്കിൽ പണ്ടത് കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ ഉള്ളൊരു ഭാഗ്യവാന്മാരാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ മേടിച്ചാൽ എവിടെ വേണമെങ്കിലും ഉണ്ട്, പോകട്ടെ. ഇഫ് യു ക്യാരി ദ ബൈബിൾ വിൽ ക്യാരി യു. അതുകൊണ്ട് അത് കൊണ്ടുവരുന്നതിന് നമ്മൾ അഭിമാനമാണ്. ഞാൻ മുമ്പേ പറഞ്ഞവരെ കുറിച്ച് പറയുന്നെങ്കിലും ഒരു നല്ല വശമായിട്ടത് ഞാൻ കാണുകയാണ്. എവിടെ പോയാലും അത് കൊണ്ടുപോകും, അത് ആയുധമായി ഉപയോഗിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, സമയപരിമിതി ഞാൻ കൂടുതൽ വിസ്താരത്തിലേക്ക് കടക്കുന്നില്ല. അവൻ്റെ കുടുംബവാസകലം സന്തോഷിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം, അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. യെശയ്യാ പ്രവചനം 60:1 പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. രണ്ടാമത് പറയുന്നത് ഒരു ആശയം കൂടി ഉറപ്പിടെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:35 പറയുന്നു, നമുക്കൊരു വെളിച്ചം മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പ്രകാശ വസ്ത്രവും മൂറോന്റെ മുദ്രയും അതൊരു വെളിച്ചമാണ് കേട്ടോ. അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അതല്ലേ ഈ തങ്കക്കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവന സഭയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെള്ള വസ്ത്രത്തിലേക്കാണ് ഈ കുഞ്ഞിനെ മൂറോൻ പൂശിയിട്ട് തലതൊട്ടപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഞാൻ നമ്മുടെ ഇമ്മാനുവലിനെ ഏറ്റാനും സെൻറ്റ് സ്റ്റീഫൻസ് പള്ളിയിൽ വെച്ച് മാമോദിസ മുടി. ഒരു 10,300 വീടുള്ള പള്ളിയാണ്. അന്ന് കൊച്ചു പയ്യനാണ്. അപ്പോൾ ഇന്നിവിടെ വന്ന് ബലിപീഠത്തിൽ ധൂപർപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അതുകൊണ്ട് കാണും ഇവിടെ മറ്റു കുഞ്ഞുങ്ങളെല്ലാം തന്നെ. അതെ, ദൈവം തരുന്ന അവസരങ്ങൾ, അനുഗ്രഹങ്ങൾ. അതെ, ആകയാൽ നിങ്ങളിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. നമ്മളിൽ ഒരു വെളിച്ചമുണ്ട്. ആരെങ്കിലും പറയുന്നത് കേട്ട് മാമോദീസയുടെ മുദ്ര മായിച്ചു കളയരുത്, പ്രകാശവസ്ത്രം ഉരിഞ്ഞു കളയരുത്, വിശ്വാസം ത്യജിക്കരുത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ കടലേഴും താണ്ടി ഈ മരുഭൂമിയിൽ ഈ ദേശത്ത് വന്നപ്പോഴും നിങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസം മുറുകെ പിടിച്ച് ഈ യാഗപീഠത്തിൽ ആരാധിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ മാനിക്കും. ഇത്ര തീഷ്ണതയോടുകൂടെ നിങ്ങളൊക്കെ ഇതിൽ വന്ന് പങ്കുകൊള്ളുന്നു. രണ്ടാമതായി, അവൻ്റെ കുടുംബം സന്തോഷിക്കുവാൻ, മരിക്കുവാൻ ആഗ്രഹിച്ചവൻ നിത്യജീവനിലേക്ക് കടന്നു വരുവാനുള്ള രണ്ടാമത്തെ കാരണം, അവൻ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ മുട്ടുമടക്കി. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പാകെ മുട്ടുമടക്കി. അവൻ ആയുധമുള്ളവനായിരുന്നു, യൂണിഫോം ഉള്ളവനായിരുന്നു, അധികാരമുള്ളവനായിരുന്നു. തടവുകാരായി ബന്ധിക്കപ്പെട്ടവരുടെ മുമ്പിൽ അവൻ വന്ന് മുട്ടുമടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ യജമാനാണെന്ന് അവർ തിരിച്ചറിയുന്നു. നമുക്ക് ചില കഴിവുകേടുകളൊക്കെ ഉണ്ടാകും, ചില ബലഹീനതയൊക്കെ ഉണ്ടാകും. മരുഭൂമിയിലെ വാഹനമാണ് ഒട്ടകം, അല്ലേ? ഇവിടെ കാണുമ്പോൾ സുലഭമായിട്ട് കാണും. അത് രാവിലെ യജമാനൻ്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കും. യജമാനൻ അതിന് ഭക്ഷണമൊക്കെ കൊടുക്കും, പാണ്ഡങ്ങളെടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കും, യാത്ര തുടങ്ങും. വൈകിട്ടും വന്ന് അത് മുട്ടുമടക്കും, യജമാനൻ ഇറങ്ങും. മരുഭൂമിയിലെ യാത്രക്കാര്, അതെ, മരുഭൂമിയിലെ വാഹനങ്ങളാണ് ഞാനും നിങ്ങളും. രാവിലെയും വൈകിട്ടും യജമാൻ്റെ സന്നദ്ധിയിൽ വന്ന് മുട്ടുമടക്കണം. അതെ, ദൈവം പിതാക്കന്മാരൊക്കെ പണ്ട് നമ്മുടെ അധികാലത്ത് എണീറ്റ് പാട്ട് പാടുമായിരുന്നു. എന്താ പാടുന്നത്? മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നീത പാടുന്നു ഗീതങ്ങൾ, മനമേ നീയോ ഉണർന്നീട്ട്. ഇപ്പം പക്ഷികളൊന്നും കൂടുതൽ കരയാനില്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഉറക്കമാണ്. രാത്രി അർദ്ധരാത്രി വരെയുള്ള ജോലികളും പോകട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, മുട്ടുമുടക്കേണ്ട ചില ജീവിതങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മൾ പറയാറുണ്ട്, ഞാൻ ആരുടെയും മുമ്പിൽ കുനിഞ്ഞിട്ടില്ല, ഞാൻ നിവർന്നേ നിന്നിട്ടുള്ളൂ. തൻ്റെ അടിയാണ്. പക്ഷേ നിന്റെ ജീവൻ എങ്ങനെയുള്ളത്? യാക്കോബ് ശ്ലീഹ പറയുന്നു 4:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ? നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ വായു നമ്മൾ ശ്വസിക്കുന്നു, ഇതിന് വല്ലതും കാശ് കൊടുത്തിട്ടാണ്. പക്ഷേ ആശുപത്രിയിലോട്ടൊന്ന് ചെന്നാട്ട് ഓക്സിജൻ തന്നാൽ അതിന് പൈസ കൊടുത്തേ പറ്റുകയുള്ളൂ, അല്ലേ? അപ്പോൾ ദൈവം തരുന്ന കൃപകൾ എത്രയോ വലിയതാണ്.
അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്വയത്തിൽ നീ ആശ്രയിച്ചാൽ പരാജയപ്പെട്ടു പോകും. സ്നേഹിതരിൽ ആശ്രയിച്ചാൽ അവർ നിന്നെ വഞ്ചിച്ചു എന്ന് വരും. ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ ഒരു നാളും പരാജയപ്പെടുകയില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, മൂന്നാമതായി അവൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ കാരണം അവന് ഒരു സ്വയപരിശോധനയുണ്ടായി, തിരിച്ചറിവുണ്ടായി. അവനകത്ത് വന്ന് അവരെ സംബോധന ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ സാറേ എന്നാണ് വിളിക്കുന്നത്, ഇല്ലേ? അവർക്ക് അധികാരമാണ്. ഇവിടെ കാരാഗൃഹ പ്രമാണി യജമാനാണ്. ആ പ്രമാണി ഇവരെ വിളിക്കുക, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു തിരിച്ചറിവും ആയതുപോലെ തന്നെ തിരിച്ചുവരവുണ്ടായി കാരാഗൃഹ പ്രമാണി. കുടുംബ സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ കാരണം അറിവുകൾ തിരിച്ചറിവുകളാകണം, യാത്രകൾ തീർത്ഥയാത്രകളാകണം. അപ്പോൾ കുടുംബം ആനന്ദിക്കും. ഇന്നത്തെ ശാപം അറിവുണ്ട്, പക്ഷേ തിരിച്ചറിവില്ല. നമ്മൾ പറയും ഇന്നിടത്ത് ഇന്നാർക്ക് ഒത്തിരി ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ എന്തില്ലെന്ന് പറയും, ബോധമില്ലെന്ന് പറയും, വിവരമില്ലെന്ന് പറയും. ഡിഗ്രി ഉണ്ട്, അറിവുണ്ട്, ബോധമില്ലായ്മയിൽ നിന്ന് ബോധം ലഭിക്കുന്ന അനുഭവത്തിലേക്ക് മുന്നോട്ട് കടന്നു വരണം. അതെ. എന്നിട്ട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ രക്ഷയ്ക്കായിട്ടുള്ള വാഞ്ച അവനിലുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നീ രക്ഷിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി തരേണ്ടതായിട്ട് ഉണ്ട്. പക്ഷേ 10 മണി കഴിയുന്നു. അപ്പോൾ 10 മിനിറ്റോടെ ഞാൻ എടുക്കത്തുള്ളൂ. ഇത് കാരണം പ്രശ്നമില്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഒരു പാട്ട് പാടി സ്തോത്രാഴ്ച എടുത്താൽ പാട്ട് പാടി. Oh
നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട്. ഞങ്ങളൊന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറയാറുണ്ട്. രക്ഷിക്കപ്പെട്ടെന്ന് ആർക്കും പൂർണ്ണമായി പറയുവാൻ കഴിയില്ല. നമ്മൾ രക്ഷപ്പെട്ടു, അതിന് 3 കാലങ്ങളുണ്ട്. ഒന്ന്, അതിന് ഭൂതകാലമുണ്ട്, അതിലൊരു പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചറുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്ന കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു, എഫേസ്യർ 2:8. രക്ഷിക്കപ്പെട്ടു. മാമോദീസായിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നു. 1 കൊരിന്ത്യർ 1:18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് രക്ഷയും സന്തോഷവും ആയിരുന്നു, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ആനന്ദവുമാകും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവത്തിന്റെ ശക്തിയുമാകുന്നു. രക്ഷിക്കപ്പെടുന്നവർ പ്രസന്റ് കാലഘട്ടമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൗദാശിക അനുഭവങ്ങളിലൂടെയും വചന കേൾവിയിലൂടെയും. മാമോദീസായിലൂടെ രക്ഷിക്കപ്പെട്ടു. 2 രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പ്രസന്റ് ടെൻസ്. ഇനിയും രക്ഷിക്കപ്പെടും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13:13. എന്താ? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ വരവ്, 2ാമത്തെ വരവ് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അനുഗ്രഹിക്കുക. സന്ദർഭവശാൽ ഞാനിത് ഓർപ്പിച്ചെന്ന് മാത്രം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചോദ്യശരങ്ങൾ ഒത്തിരി വരാറുണ്ടല്ലോ. ചുരുക്കമായി അക്കം പറഞ്ഞ് മാത്രം ആശയങ്ങൾ ഇവിടെ ചുരുക്കുന്നു. രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും 4ാമത്തെ കാരണം കർത്താവിൻ്റെ വചനം അവനും അവൻ്റെ കുടുംബാംഗങ്ങളും ശ്രദ്ധയോടെ കേട്ടു. കർത്താവിൻ്റെ തിരുവചനം അവനും അവൻ്റെ കുടുംബാംഗങ്ങളും ശ്രദ്ധയോടെ കേട്ടു. ഇവിടെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, മിക്കവാറും എല്ലാവരും കുടുംബമായിട്ടാണ് ഈ വചന കേൾവിക്ക് വന്നിരിക്കുന്നത്. നാട്ടിലാവുമ്പോൾ എല്ലാവരും ഒന്നിച്ചു പോയിട്ട് പള്ളി വരാറില്ല. അപ്പം വന്നാൽ അമ്മ വരത്തില്ല, മക്കൾ വന്നാൽ ഇതില്ല. കാര്യം അവിടെ ആരെയും പേടിക്കണ്ടല്ലോ. ഇവിടെ ദൈവം പേടിച്ചാൽ നാട്ടിലാവുമ്പോൾ. ഇവിടെ ആകുമ്പോൾ നമുക്കൊരു ആശങ്കകളും ആൻസിറ്റികളും ഒരു കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഈ ചിട്ടയിലൊക്കെ വളർത്തണമെന്നുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ട്. പോകട്ടെ, ഇവിടെ അവർ കർത്താവിൻ്റെ വചനം ശ്രദ്ധയോടെ കേട്ടു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആവർത്തന പുസ്തകം 28:13-14 വാക്യങ്ങൾ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? നീ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് ജീവിച്ചാൽ ഞാൻ നിന്നെ വാലല്ല പിന്നെ തലയാകും. നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. തേനിനേക്കാളും തെൻകട്ടേക്കാളും മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനം. സദൃശവാക്യങ്ങൾ ഓർപ്പിക്കുന്നു. മകനെ, എൻ്റെ വചനത്തിന് ശ്രദ്ധ തരിക. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടുള്ള കൺവെൻഷനിലും മറ്റും ഈ വചനത്തിൽ കൂടുതലായി പഠിക്കുവാനും കേൾക്കുവാനും ഒക്കെ നമുക്ക് അവസരം ലഭിക്കുന്നു. പഠിക്കാൻ നമ്മുടെ ഈ വേദോസ്തുണ്ട് എപ്പോഴും പഠിക്കാം. പക്ഷേ വചനം കൂടുതലായി നാം പഠിക്കാത്തത് കൊണ്ടാണ് പലരും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. സദൃശവാക്യം 4:20-22 വാക്യങ്ങളിൽ പറയുന്ന, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാകുന്നു. എത്ര വ്യക്തമായിട്ടാണ് അത് ഓർപ്പിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അവനും അവൻ്റെ കുടുംബാംഗങ്ങളും ജാഗ്രതയോടെ കേട്ടു. വചനം കേൾക്കുവാനുള്ള ഒരവസരവും നാം നഷ്ടപ്പെടുത്തി കളയരുത്. 5ാമതായി, അവനുണ്ടാക്കിയ മുറിവുകളെ അവൻ വച്ചുകെട്ടി. പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോഴേ വലത്തുകാലി ചവിട്ടി കയറിയ സ്റ്റേഷനിലൂടെ എന്ന ഒരടിയാണ്. എന്താണ് നീ ഇവിടെ നന്നാക്കാൻ വന്നാന്ന് പോലീസുകാർ അടി കൊടുക്കും. ഇനി ഇടത്തുകാരാ നീ ഇവിടെ നശിപ്പിക്കാൻ വന്നാന്ന് എങ്ങനെ ചവിട്ടിയാലും പ്രശ്നമാണ്. അവർ കൈ കിട്ടിയാൽ അവരൊന്ന് പെരുമാറും. അതുപോലെയായിരുന്നു ചന്തസ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന പൗലോസിനെയും ശീലാസിനെയും ബലാത്കാരമായി പീഡിച്ച്, മുറിവേൽപ്പിച്ച്, ഇടിച്ച് ശരിയാക്കി പീഡിപ്പിച്ച് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവന് തിരിച്ചറിവുണ്ടായപ്പോൾ, വചനം ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ, അവൻ ആദ്യം ചെയ്തത് അവൻ ഉണ്ടാക്കിയ മുറിവുകളെ വച്ചുകെട്ടി. ഞാനും നിങ്ങളും ഇന്ന് കത്തി കൊണ്ടൊന്നും ആരെയും കുത്തി മുറിവേൽപ്പിക്കുന്നില്ല.
പക്ഷെ നമുക്കതിലും മൂർച്ചയുള്ള ഒരു ആയുധമുണ്ട്. ഏതാണെന്നറിയോ? അപ്പോൾ നിങ്ങൾ പറയുന്നിടത്ത് ശ്രദ്ധിച്ചിരിക്കുക. നാവ് ചെറിയ അവയവമെങ്കിലും അത് എവിടെ കുത്തിയാൽ മുറിവേൽക്കുമെന്ന് നമുക്കറിയാം, ഇല്ലേ? കത്തി കൊണ്ട് കുത്തിക്കെട്ടിയ നാലിന് അത് ഉണങ്ങും. എന്നാലും നാവ് കൊണ്ട് അതുകൊണ്ട് ചിലരൊക്കെ പറയും ചത്താലും ഞാനത് മറക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാച്ചാണ് നമ്മൾ കാച്ചല്ലേ? ശക്തമായിട്ടുള്ള മുറിവുകൾ. എത്രയോ ജീവിതങ്ങൾ തകർത്തിട്ടുണ്ട്. അരുതാത്ത സംഭാഷണങ്ങൾ. ക്രൈസ്റ്റ് ഈസ് ദ സൈലന്റ് ലിസണർ അറ്റ് എവരി കോൺവെർസേഷൻ. മക്കളെ, അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു മുറിവുണ്ടാക്കരുത്. ചെയ്യാവുന്ന നന്മകൾ ചെയ്യുക. ആ മുറിവേൽക്കുന്നവൻ ഉള്ളിൽ അതൊരു വേദനയായി എന്നും അവശേഷിക്കും. അവൻ ചെയ്തത് ആദ്യം അവനുണ്ടാക്കിയ മുറിവുകളെ വെച്ച് കെട്ടി. സമയപരിമിതി, എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ആറാമത്, താനും തനിക്കുള്ളവരെല്ലാം താമസിയാതെ മാമോദീസ ഏറ്റു. ഹി വാസ് ബാപ്റ്റൈസ്ഡ്, ഹി ആൻഡ് ഓൾ ഹിസ് സ്ട്രേറ്റ് വേസ്. സ്നാനമേറ്റു. അതിൻ്റെ അർത്ഥം അവൻ നേരത്തെ മാമോദീസ ഏറ്റവൻ ആയിരുന്നില്ല, ക്രിസ്ത്യാനി ആയിരുന്നില്ല. ചിലരൊക്കെ വന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ മാമോദീസ ഏറ്റ നീ പിന്നെ ഒരു സ്നാനത്തിന് പോകരുത്. ഏറ്റവും വലിയ പാപമാണ്. ഒരു മാമോദീസയും അത് ഏറ്റവും പിന്നീടൊരു സ്നാനത്തിന് പോകേണ്ടതായിട്ടില്ല. ക്രിസ്ത്യാനിയാകുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം അവൻ എന്തേറ്റു? മാമോദീസ ഏറ്റു. ഒരാശയം കൂടി ഓർപ്പിക്കട്ടെ. ഏഴാമതായി, ഞാൻ അക്കമിട്ട ഓർപ്പിച്ച്, ഏഴാമതായി അവൻ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം നൽകി. അവൻ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം നൽകി, ഭക്ഷണം കൊടുത്തു. ദൈവവചനം പറഞ്ഞ അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. വാസ്തവത്തിൽ ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓരോ ഭവനവും എടുക്കുന്ന ആ ത്യാഗവും ഒരുക്കവും ക്രമീകരണങ്ങളും ഈ ധൃതിയുടെ ജീവിതത്തിലൊക്കെ ദൈവസന്നിധി സ്വീകാര്യമായ ഒരു കാഴ്ചയാണ്. ഭക്ഷണ ശുശ്രൂഷ ആതിഥ്യ മര്യാദയുടെ ഒരു ഭാഗമാണ്, അല്ലേ? അനുഗ്രഹിക്കപ്പെട്ടവരെ അവൻ്റെ കരുതൽ അവർക്ക് ഭക്ഷണം നൽകി. ശൂനേങ്കാരിയുടെ ഭവനത്തിൽ ഏലീശ കടന്നു ചെല്ലുമ്പോൾ അവൾക്കുണ്ടായിരുന്ന ആ മാവിൽ നിന്ന്, എണ്ണയിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണ്. സമൃദ്ധിയിലല്ല, മറിച്ച് ഉള്ളതിൽ നിന്ന് നാം പങ്കിടുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തിരികെ കിട്ടും. ഈ ശിഷ്യരെന്ന നിലയിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ എന്താ അതിൻ്റെ പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. 7 ചിന്തകൾ കാരാഗൃഹ പ്രമാണിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി. മരിക്കുവാൻ വാളെടുത്ത് മനുഷ്യൻ, അവൻ മാത്രമല്ല കുടുംബാംഗങ്ങളും സന്തോഷത്തിലേക്ക്, നിത്യമായ ആനന്ദത്തിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു, അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. നീ വെളിയിൽ നിൽക്കേണ്ടവനല്ല, അകത്ത് നിൽക്കേണ്ടവനാണ്. 2, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ മുട്ടുമടക്കി അവൻ്റെ വലിയ പാപങ്ങളും ഞാനെന്ന ചിന്തയൊക്കെ ഒന്ന് ഉള്ളൊടിഞ്ഞു. 3, തിരിച്ചറിവും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹവും ഉണ്ടായി. 4, കർത്താവിൻ്റെ വചനം അവനും അവൻ്റെ കുടുംബാംഗങ്ങളും ശ്രദ്ധയോടുകൂടെ കേട്ടു. 5, അവൻ ഉണ്ടാക്കിയ മുറിവുകളെ വച്ചുകെട്ടി. 6, താനും തനിക്കുള്ളവരെല്ലാം ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം മാമോദീസ ഏറ്റു. ഞാൻ ഇതൊന്നും കൈനിട്ടതല്ല. നിങ്ങൾ ഈ അധ്യായം വീട്ടിൽ പോയി വായിക്കുമ്പോൾ അവിടെ അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. 7, അവരെ വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് കൊടുത്തു? ഭക്ഷണം കൊടുത്തു, ആതിഥ്യം നൽകി. നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തുവിന് ആതിഥ്യം നൽകുന്ന ഭവനങ്ങളായിരിക്കണം. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവരെത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, ഈ 3 നോമ്പിൻ്റെ ഈ പ്രഥമ സന്ധ്യയിൽ നിന്റെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളെ നീ സഹായിച്ചുവല്ലോ. കർത്താവേ, ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇടവകയോടും
സഭയോടും നീ മനസ്സലിയണമേ. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ നീ അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളായ ജനസംഘത്തെ നീ അനുഗ്രഹിക്കണമേ. മക്കളെ, നിങ്ങൾ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് ജീവിച്ചാൽ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, നിന്റെ മക്കളുടെ കൂടിവരവ് വൃഥാവായി പോകരുതേ. ഇവിടെ വന്ന് നിന്റെ മക്കൾ കടന്നു വരുമ്പോൾ ഇവരെ നീ ഒന്ന് കാണണമേ, ഇവരെ നീ ഒന്ന് കേൾക്കണമേ, ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്ന് ശോധന ചെയ്യണമേ. ആരും നിറഞ്ഞ സംതൃപ്തിയോടല്ല കർത്താവേ കടന്നു വന്നിട്ടുള്ളത്. നാളെ എങ്ങനെ എന്ത് എന്നുള്ള ആശങ്കകളുള്ളവരുണ്ട്, കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങളുള്ളവരുണ്ട്, ശാരീരിക രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗത്താൽ, കിഡ്നി സംബന്ധമായ രോഗത്താൽ, സ്ട്രോക്ക് വന്ന് ശരീരം നിശ്ചലമായി രോഗക്കിടക്കെ കണ്ണുനീരോടെ നയിക്കുന്നവരെ ഉണ്ട് കർത്താവേ. നീ അവരെ ഒന്ന് കാണണമേ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയിങ്കൽ ബാധകൾ ഒഴിയും, കോട്ടകൾ തകരും, ആരാധനയിങ്കൽ. കർത്താവേ, ഞങ്ങളുടെ രോഗികളായിട്ടുള്ളവരെ പേരുപേരായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നീ അവരെല്ലാം അറിയണമേ. ഒട്ടുന്ന വരുവാൻ കഴിയാതിരുന്നവളോട് മകളെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നത് നീ കൽപ്പിച്ച ദൈവമാണല്ലോ. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവല്ലോ. ദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ മക്കൾ ഈ ദേശത്ത് വന്ന് പാർക്കുമ്പോൾ അവരെയോടെ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ. ഈ ദേവാലയത്തിന് വേണ്ടി സമയം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സാന്നിധ്യം കൊണ്ടുള്ള അധ്വാനങ്ങളെ നീ മാനിക്കണമേ. ഇടവകയെ നയിക്കുന്ന അഭിഷിക്തനെ കുടുംബമായി നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. പലവിധ രോഗപീഠങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും യേശു ക്രിസ്തു സൗഖ്യദായകനാണെന്ന് സാക്ഷിപ്പാൻ നിന്റെ യാഗപീഠത്തിൽ ബലിയർപ്പിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. കർത്താവെ, ഈ നോമ്പ് ആചരണങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ അധ്വാനിച്ചുള്ളവരെ അവരുടെ കുടുംബങ്ങളെ നീ മാനിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ നിരാശയോടുകൂടെ കഴിയുന്നവർക്ക് ഹന്നായുടെ നിലവിളി കേട്ട ദൈവമേ, സാറായുടെ പ്രാർത്ഥന മാനിച്ച ദൈവമേ, അവർക്ക് നിന്റെ സന്നദ്ധിയിൽ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന് നന്ദി അർപ്പിപ്പാൻ അവസരം കൊടുക്കണമേ. കുടുംബജീവിതത്തിൽ തക്ക തുണകളെ അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങൾ തരുന്നു. അവരുടെ കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കരുതിക്കൊള്ളണമേ. യഹോവയിലേ, യഹോവ കരുതിക്കൊള്ളും. ദൈവമേ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കൃപയും നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം വാഴണമേ. തുടർന്നുള്ള ദിവസങ്ങളിലും നിന്റെ ശ്രീവാചരകിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആദ്യ ദിവസത്തിലെ നമ്മുടെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. സമയം കടന്നുപോയത് നാം അറിയാതെ 1.25 മണിക്കൂറോളം ആദ്യ